കിഫ്ബിയുടെ കോൺട്രിബ്യൂഷൻ കേരളം ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. നവകേരളം എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിനെ ഒരു വികസന ലക്ഷ്യമാക്കിയത് ഈ 2016 ഗവൺമെൻറ് വന്നതിന് ശേഷം. കിഫ്ബി ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് വാട്ട് ദി പീപ്പിൾ ഇൻ പവർ വാണ്ട് കിഫ്ബി ടു ബി. ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞില്ല, ചെവിക്കുറ്റിക്ക് അടിക്കും എന്ന് പറഞ്ഞാൽ കിഫ്ബി പ്രോജക്ട്സ് എല്ലാം ഉത്ഭവിക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നാണ്. കേരളത്തിനൊരു എൻലൈറ്റൻഡ് ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ഉണ്ട്. ഈസ് അങ്ങനെ ഒരു അദ്ദേഹം അങ്ങനെ ഒരു ഇമോഷണലായിട്ടൊരു ഇത് അപ്പോൾ എൻ്റെ കൈ കൂടി എല്ലാവരെയും വിടുന്ന പോലല്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ഡീമോണിറ്റൈസ് ചെയ്ത് എൻറ്റയർ മണി സക്ക് ചെയ്ത് കൊണ്ടുവന്ന് അത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കിഫ്ബിയുടെ 25th ആനിവേഴ്സറി വെച്ചാണ് നമ്മളിത് സംസാരിക്കുന്നതെങ്കിലും 1999 തുടങ്ങിയെങ്കിലും ഈ 2016 ശേഷമാണ് അതിൻ്റെ ഒരു ഈ ലെവലിലേക്ക് അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ഐഡിയ ഒന്ന് പറയാമോ? 1999 ഞാൻ വകുപ്പിലൊരു സെക്രട്ടറി റിസോഴ്സസ് വർക്കിംഗ് അണ്ടർ മിസ്റ്റർ വിനോദ് റായി ആയിരുന്നു. ഇപ്പം പിന്നെ CNDAG ഒക്കെ ആയി അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതുപോലെ നാഷണൽ ലെവലിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ പോയി. നമ്മൾ മാത്രമല്ല, തമിഴ്നാട് ഒക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ സമയം ഇല്ലാത്തൊരു സമയമായിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടെ പോയൊരു സമയം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊന്ന് ഐഡിയ പ്രപ്പോസ് ചെയ്തത് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് മാർക്കറ്റ് ആക്സസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം പണം സ്വരൂപിച്ച് ആ പണം ട്രഷറിയുടെ റണ്ണിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചത് ഈ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ. അങ്ങനെ ആ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തു. അതിൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒരു 2004 വരെ ഏതാണ്ട് 1200 കോടി എന്നാണ് എൻ്റെ ഓർമ്മ. 1200. അപ്പം ഞാനപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിയെങ്കിലും ഏതാണ്ട് എല്ലാം കൂടെ 1200 കോടി രൂപ ബോറോ ചെയ്ത് അത് റീപേ ചെയ്തു. അങ്ങനെ ഇരിക്കുന്നൊരു സ്ഥാപനം. അപ്പോൾ ഒരു ഫെയർലി ഒരു ഡോർമെൻറ്റ് സ്റ്റേജിൽ നിന്നാണ് 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ അന്ന് ഞാൻ ധനകാര്യ സെക്രട്ടറിയായി, മറ്റേത് ഞാൻ ധനകാര്യ റിസോഴ്സ് സെക്രട്ടറിയായി. അപ്പോൾ 2016 തോമസ് ഐസക് സാറിൻ്റെ ഒരു വിഷനിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എടുത്തിട്ട് വികസനത്തിൻ്റെ ഒരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാക്കി അദ്ദേഹം ഡിഫൈൻ ചെയ്ത് പോർട്രേ ചെയ്തു. അങ്ങനെ ബഡ്ജറ്റിനകത്ത് അത് വളരെ ഭംഗിയായിട്ട് അത് ആവിഷ്കരിച്ചു. അപ്പോൾ ഈ ആവിഷ്കരിക്കുമ്പോൾ അതൊരു വലിയ സ്വപ്നമാണ്. അത് ഇത്രയും അധികം കോടി അന്ന് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്ത് 50,000 കോടി പ്രോജക്ട്സ് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പം അന്ന് ധനകാര്യ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്നെയാണ് അതിൻ്റെ 2ാമത്തെ റിവിഷൻ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വരുന്നതും റിവിഷനും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്താണ്. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്ത ഒരു വിഷൻ. അപ്പോൾ ആ വിഷനിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആക്ട് റീഡ്രോ ചെയ്തിട്ട് വളരെ റാഡിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് അതിനകത്ത് കൊണ്ടുവന്നു. നമ്മൾ ആദ്യത്തെ അനുഭവത്തിൽ 99 പഠിച്ച കാര്യങ്ങളും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നു. പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണമെടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കടമെടുത്തിട്ട് ട്രഷറിയിലിടും. അപ്പോൾ ട്രഷറി എന്ത് ചെയ്യും? അവരെ ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് ആണല്ലോ അവരുടെ നാളത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബില്ല് കൊടുക്കുമ്പം ആ ബില്ല് സർവീസ് ചെയ്യണം. അങ്ങനെയാണ് ഇന്ത്യയിൽ മൊത്തം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എല്ലാ സർക്കാരും മണി ഈസ് ഫഞ്ചിബിൾ എന്ന് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫഞ്ചിബിലിറ്റി ഓഫ് മണിയുടെ പ്രിൻസിപ്പിളാണ് അവിടെ വരും. ലിക്വിഡിറ്റി നമ്മൾ ഓരോ കാര്യത്തിന് ചിലവാക്കും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് പണം കിട്ടത്തില്ല. അപ്പോൾ ഈ അന്ന് പഠിച്ചൊരു കാര്യം, നമ്മൾ പണം ബോറോ ചെയ്തെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ അളവിൽ ഇൻഫ്രാസ്ട്രക്ചറിന് പോയില്ല. അപ്പം 99 ഈ പാഠം നമ്മളെ വല്ലാതെ ചിന്തിപ്പിച്ചിരുന്നു. 2016 ഈ ആക്ട് അമെൻഡ് ചെയ്യുമ്പം അങ്ങനെ വരരുത് എന്നുള്ളൊരു വളരെ കണിശമായിട്ടുള്ളൊരു തീരുമാനം അന്ന് ഐസക് സാറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെയാണ് ഈ ആക്ട് ഈ രീതിയിൽ കൊണ്ടുവന്നത്. ഇപ്പം നമുക്കിപ്പം ഇത്ര രൂപ എടുത്തിട്ട് വെൽഫെയർ പെൻഷന് കൊടുക്കുക, കിഫ്ബി പണം വാങ്ങിച്ചിട്ട് വെൽഫെയർ പെൻഷന് കൊടുക്കുക സാധ്യമല്ല. കിഫ്ബി പണം വാങ്ങിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കാം. ഇൻഫ്രാസ്ട്രക്ചറിന് എനേബിളിങ് സംഗതികളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പം പിന്നെ നമുക്ക് മീഡിയ എക്സ്പെൻഡിച്ചർ ആകാം, നമ്മൾ എന്തെങ്കിലും
അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പണിയണമെങ്കിൽ അതിന് നമുക്ക് ചിലവാക്കാം. പക്ഷേ കോർ എക്സ്പെൻഡിച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ കിഫ്ബിയുടെ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ അന്ന് ഞാൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ മെമ്പറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞ് അന്ന് മുംബൈ രാജേഷ് മുംബൈയിലും ഉണ്ടായിരുന്നു. തിരികെ വന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് 2008 ലീമാൻ ബ്രദേഴ്സ് വരുമ്പോൾ ഉള്ള ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ നേച്ചർ, അന്ന് നടുവിൽ നിന്ന് ആ ഫിനാൻഷ്യൽ ക്രൈസിസ് കണ്ട ഒരാൾ, ഒരുപാട് എന്താ പറയുക ഓർഡേഴ്സും ഒരുപാട് ഇൻ്റർവെൻഷൻസും അന്ന് മാർക്കറ്റിൻ്റെ സാങ്ക്ടിറ്റി നിലനിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഒരുപാട് കേസുണ്ട്. ഞാൻ അതിപ്പം പ്രാധാന്യം അർഹിക്കാത്തതുകൊണ്ട് ഞാനതൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിൽ നിന്നൊരു ലേണിംഗ് ഉണ്ടായി. നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുമ്പം നല്ല രീതിയിൽ അതിനെ റിംഗ് ഫെൻസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആക്കിയില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തകർന്നു പോകും. അപ്പം നമ്മൾ ഓരോ കേസിൽ നിന്നും സെബിയിൽ നിന്ന് പഠിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രീതിയിൽ ഈ ആക്ട് അമെൻഡ് ചെയ്തു. അപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഒരു ഫണ്ട് ട്രസ്റ്റി ആൻഡ് അഡ്വൈസറി കമ്മിറ്റി ഇതിനകത്ത് കൊണ്ടുവന്നു. അപ്പം 5 വരെ ആകാം, 3 എമിനൻറ്റ് മെമ്പേഴ്സുള്ള ഒരു കമ്മിറ്റി. അവരെ നമുക്ക് ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം, പക്ഷേ പിരിച്ചുവിടാൻ പറ്റത്തില്ല. അപ്പം അത്രമാത്രം സെക്യൂറായിട്ട് നമ്മൾ ആക്ടിനകത്ത് തന്നെ ഇത് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഒരു ആക്ടിലും കാണാത്ത ഒരു കാര്യമുണ്ട്. നമുക്ക് 14 ബോർഡ് മെമ്പേഴ്സുണ്ട്, 7 പേര് ഇൻഡിപെൻഡൻ്റാണ്. ഒരു കമ്പനി ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ 100% ഓൺഡായിട്ടുള്ളൊരു കമ്പനിയിൽ 100% ഓൺഡായിട്ടുള്ളത്, അതിന് താഴെ ഓൺഡായിട്ടുള്ളത് ഓണർഷിപ്പ് സ്ട്രക്ചർ മാറി കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. പക്ഷേ 100% ഓൺഡായിട്ടുള്ള ഇതുപോലൊരു സ്ഥാപനത്തിൽ 50% ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സും 50% ഒഫീഷ്യൽ മെമ്പേഴ്സും. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒഴിച്ചാൽ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ്. ചീഫ് സെക്രട്ടറി ഉണ്ട്, റിസോഴ്സസ് സെക്രട്ടറി ഉണ്ട്, ലോ സെക്രട്ടറി ഉണ്ട്, അങ്ങനെ ഉള്ള മെമ്പർ, വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ട്. അപ്പം ഇതാണ് രണ്ടാമത്തെ ഈ കിഫ്ബിയുടെ നമ്മൾ കൊണ്ടുവന്ന ചേഞ്ച്. അപ്പോൾ ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ, നമ്മൾ കൊണ്ടുവന്ന ഇൻഡിപെൻഡൻസ് ഓഫ് ദ ബോർഡ്. മൂന്നാമത് നമ്മൾ കൊണ്ടുവന്നത് ആക്റ്റിൽ തന്നെ ഒരു ഇൻസ്പെക്ഷൻ അതോറിറ്റി കൊണ്ടുവന്നു. അപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഒരു വർക്ക്, ഇപ്പം നബാർഡ് ഫണ്ട്സ് തരുന്നുണ്ട്, NHI ഫണ്ട്സ് തരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇൻസ്പെക്ഷൻ ബോഡി ഉണ്ടെങ്കിലും നിയമപരിരക്ഷയുള്ള ഒരു ഇൻസ്പെക്ഷൻ ബോഡി അവർക്കില്ല. നമ്മളുടേതൊരു വളരെ യുണീക്ക് എക്സാമ്പിൾ. അങ്ങനെ ഈ 3 കാതലായിട്ടുള്ള മാറ്റങ്ങളാണ് കഴിഞ്ഞ 1999 പോയ ആക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2016 ഇതിൽ കൊണ്ടുവന്നു. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് പവേഴ്സ് കൊണ്ടുവന്നു. പവേഴ്സ് അല്ല, റോൾസ് കൊണ്ടുവന്നു. പവേഴ്സിനെക്കാട്ടിലും കൂടുതൽ റോള് കൊണ്ടുവന്നു. ഫോർ ഇൻസ്റ്റൻസ്, നമുക്ക് മാർക്കറ്റിൽ പോകാവുന്ന റോള്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബോണ്ട്, സെബിയുടെ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് റേറ്റ്സ്. അത് മറ്റൊരു ഒരു എന്താ പറയുക, ഒരു ലൈൻ ഓഫ് ഫിനാൻഷ്യൽ ബിൽഡിംഗ് അപ്പാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊണ്ടാണ് പുതിയ ആക്ട് വന്നത്. അത് യുനാനിമസ് ആയിട്ടാണ് അസംബ്ലി പാസ്സാക്കിയതെന്ന് ഓർക്കണം. യുനാനിമസ് ആയിട്ട്, അത് വിമർശനമൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ കേരളത്തിൻ്റെ പുരോഗതി കണ്ടുകൊണ്ട് ആണ് ആ ആക്ട് പാസ്സാക്കിയത്. അങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഇത് റിജുവിനേറ്റ് ചെയ്യാനായിട്ട് എന്തൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് നമ്മൾ ഒരു നോട്ട് കൊടുത്തു. അത് കൂടുതലും അന്ന് വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡ്, അദ്ദേഹം അവിടെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും ഞാനിവിടെ വർക്ക് ചെയ്യല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു കമ്മിറ്റി, ഇൻറ്റേർണലായിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്ത് അവരൊരു പേപ്പർ കൊണ്ടുവന്നു, ആക്സസിങ് മോഡേൺ മാർക്കറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അന്നൊരു ചിന്തയുണ്ടായി, നമ്മൾ ഒരു 25,000 കോടി വരെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചപ്പാട് അവിടെ ഉണ്ട്. പക്ഷേ ആ കാഴ്ചപ്പാടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് ചെയ്തത്. അത് അന്ന് കണ്ടിരുന്നത് കൂടുതലും കൊമേഴ്ഷ്യലി വയബിളായിട്ടുള്ള പ്രോജക്ട്സ്, ആ പ്രോജക്ട്സിലേക്ക് പോവുക. ഇപ്പോൾ അന്ന് കണ്ട ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. അന്ന് കണ്ട കാഴ്ചപ്പാടിൽ ഇപ്പോൾ ടോൾ റോഡാകാം, അല്ലെങ്കിൽ പിന്നെ പണം കൊടുക്കുന്ന ഇൻഡസ്ട്രിയൽ പാർക്സ് ആകാം, വിറ്റിട്ട് പണം തിരിച്ച് വാങ്ങിക്കുക, ലീസിന് കൊടുക്കുക, അങ്ങനെയുള്ള പ്രോജക്ട്സ് അന്ന് വിഭാവന ചെയ്തുകൊണ്ടാണ് ആ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം. പക്ഷേ 2016 ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അതായത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ ബ്രിങ് യു ബാക്ക് ഇമ്മീഡിയറ്റ് റിട്ടേൺസ് ഓർ നോട്ട്, നമ്മളതിനകത്ത് കയറണം, അതിൽ വളരെ കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ള കാഴ്ചപ്പാട് 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെ സർക്കാർ, ഐസക് സാർ ധനകാര്യമന്ത്രിയായപ്പം കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചാണ് പിന്നെ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര.
ഇങ്ങനെയാണ് ഈ ആക്ടിൻ്റെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കൊണ്ടുവന്നത് ഈ 2016 അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ സ്ട്രാറ്റജി സൈഡാണ്. ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെയും പെട്രോളിയം സെസ്സിൻ്റെയും പ്രൊസീഡ്സ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നുള്ളൊരു തീരുമാനം ഇതിനകത്ത് എഴുതി കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ ആദ്യം നമ്മൾ 20, 30, 40, 50% ഷെയറായിട്ട് ഓരോ വർഷവും കൂട്ടി. കാരണം വളരെ കോഷ്യസ് ആയിട്ട് ആദ്യം 20 തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും താങ്ങാനായിട്ട് സർക്കാരിന് പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പിന്നെ അത് അടുത്ത വർഷം 30 40 50 അങ്ങനെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50% പണം എല്ലാ ആണ്ടിലും നമുക്ക് ഒരു ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു എസ്ക്രോ പോലെ. ഞാൻ എസ്ക്രോ പോലെ എന്ന് പറയുമ്പം വേണേൽ ഞാൻ എസ്ക്രോ എന്ന് വിളിക്കാം, പക്ഷേ എസ്ക്രോയും നമ്മൾ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം കൂടെ ഞാൻ ഉടനെ തന്നെ പറയാം. അപ്പോൾ ഈ 50% മോട്ടോർ വെഹിക്കിൾ ടാക്സ് നമ്മളിലേക്ക് വരികയും നമ്മൾ ചുമത്തുന്ന പെട്രോളിയം സെസ് മൊത്തമായിട്ട് ഈ ഒരു ഇതിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത് നമ്മൾ ഫിനാൻഷ്യൽ സൈഡിൽ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം, ഈ ഓരോ രൂപ കിഫ്ബി ബോറോ ചെയ്യുന്നതും എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് ഇംപ്ലിസിറ്റ്ലി ഗ്യാരണ്ടീഡ്. ഈ എക്സ്പ്ലിസിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ടിനകത്ത് തന്നെ വിവക്ഷിച്ചിരിക്കുകയാണ്. ഇംപ്ലിസിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആക്ടിൽ തന്നെ കൃത്യമായിട്ടത് പറയാണ്, എവറി പെനി ബോറോഡ്, എവറി റുപ്പി ബോറോഡ് ബൈ കിഫ്ബി വിൽ ബി ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെൻറ്. കാരണം ഈ ബോർഡ് വളരെ ഹൈ പവർ ബോർഡാണ്. ധനകാര്യ മന്ത്രിയുണ്ട്, വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്. ഇങ്ങനെ 3 ഓൾമോസ്റ്റ് എന്താ പറയുക ഡിസിഷൻ മേക്കേഴ്സ് മൊത്തം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത ഒരു പ്രൊവിഷൻ ആക്ടിനകത്ത് എവരി സിംഗിൾ റുപ്പി വിൽ ബി ഗ്യാരണ്ടീഡ്. ഇത് കൂടാതെ ഗവൺമെൻറ്റിനൊരു ഗ്യാരണ്ടി സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം മറ്റ് സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിലേക്ക് പോകുമ്പം ആക്ടിൽ ഇത് പറഞ്ഞില്ലെങ്കിലും ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യും. ആ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു സ്ട്രെങ്താണ് നമുക്ക്. ഈ പറഞ്ഞ എസ്ക്രോ അക്കൗണ്ടിന് ഓർ റാദർ നിയർ എസ്ക്രോ അക്കൗണ്ട് നമുക്ക് കിട്ടുന്നു. ഈ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഗ്യാരണ്ടി കിട്ടുന്നു. ഈ ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ്റെ ഓവർസൈറ്റ് കിട്ടുന്നു. വർക്കിൻ്റെ ക്വാളിറ്റി 100% നമുക്ക് ഈ ലാർജ് വോളിയൂം ഓഫ് വർക്ക് കാരണം നമുക്ക് 100% ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വലിയൊരു അളവ് വരെ ഈ ഇൻസ്പെക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ടച്ച് വുഡ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിഫ്ബിയുടെ പ്രോജക്ട്സ് പോകുന്നത്. ഡിഫിക്കൽട്ടീസ് നമുക്കുണ്ട്. നമ്മൾ നല്ലതായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാം. എങ്കിൽ തന്നെ മേജർ മിസ്ഹാപ്സ് ഒന്നും ഉണ്ടാകാതെ ഇതുവരെ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ട ഒരു കാര്യം. ഇതൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്ന റാഡിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്. ഫൈനലി ഒരു നോട്ട് ഓഫ് എന്താ പറയുക ഒരു റിഫ്ലക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയുമ്പം ഈ ഒരു പുതിയ കൾച്ചർ ഓഫ് സ്പെൻഡിങ് ആൻഡ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ കിഫ്ബി വഴി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. മറ്റേത് ഇപ്പം ഒരുപാട് വർഷം 1986 മുതൽ ഞാൻ പ്ലാനിങ്ങിലും ഫൈനാൻസിലും ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ 43rd ഇയർ ഓഫ് മൈ സർവീസ് ഇൻ ഗവൺമെൻറ്റാണ്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ മന്ത്രിസഭകളെയും എത്രയോ കാലത്തെ ഒരു അകത്ത് എന്താ നടക്കുന്നതെന്നുള്ള അറിയാം. നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ, അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും, മറ്റുള്ള ഇപ്പം ബോംബെ മാർക്കറ്റിലോ മഹാരാഷ്ട്ര മാർക്കറ്റിലോ അല്ലെങ്കിൽ ബാക്കി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻ്റർനാഷണലി കൊടുക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് ഒരു സർട്ടൺ റിഗറുണ്ട്. ഇപ്പം ഞാൻ 1 രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഇന്ന ദിവസം കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് നോൺ നെഗോഷ്യബിളാണ്. ഇതാണ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ, ഏത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തത്വം. ഗവൺമെൻറ് പബ്ലിക് സിസ്റ്റത്തിൽ അതത്ര ഇതല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു കൺട്രാക്ടറിൻ്റെ ബിൽ എടുക്കുമ്പോൾ ആ ബില്ല് ഇന്ന ദിവസം കൊടുക്കാമെന്ന് പറയുന്നു, ഇന്ന ദിവസം കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് ലിറ്റിഗേഷനിലേക്ക് പോകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എല്ലാ ഗവൺമെൻറ്റിലും. ഇപ്പം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട്. അങ്ങനെയുള്ള പ്രശ്നത്തിൽ ആ ഫിനാൻഷ്യൽ റിഗർ അത്ര അധികം നമ്മൾ പാലിക്കുന്ന ഒരു സമ്പ്രദായമല്ല പബ്ലിക് ഫൈനാൻസിൽ. എന്നാൽ കിഫ്ബിയെ ഈ ഗവൺമെൻറ് തന്ന ഓണർഷിപ്പും പ്രൊട്ടക്ഷനും കാരണം ആ ഒരു ഫിനാൻഷ്യൽ റിഗറും ആ ഒരു മാനേജ്മെൻറ്റ് ഡിസിപ്ലിനും കിഫ്ബിയിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ഒരു കാര്യം ഓണർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓണർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം എന്ന് പറയുന്ന ഈ ധനലഭ്യതയും സമയക്രമവും ഈ ആക്റ്റിൽ നിന്ന് വന്ന പ്രിൻസിപ്പിൾസാണ്. അത് ലോഗോയിൽ എൻഷ്രൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് മറ്റൊരു വിശേഷം നമ്മൾ കാണേണ്ടത്. Can you tell us a little bit about the track record? The objectives completed, achieve ചെയ്യാൻ പറ്റിയിട്ടുള്ളത്?
അല്ല, ഒന്നെന്ന് പറയുന്നത് നമ്മൾ കിഫ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് അതിൻ്റെ ഇതിലേക്ക് പോകുമ്പം നമ്മൾ കിഫ്ബിയെ കാണുന്നത് ഒരു എന്താ പറയുക, ഒരു അസോർട്ട്മെൻറ്റ് ഓഫ് വേരിയസ് പ്രോജക്ട്സ് ആയിട്ട് വീക്ഷിക്കാം വേണമെങ്കിൽ. അത് നമുക്ക് ചെയ്യാം. അതായത് കുറച്ച് റോഡ്സ് ചെയ്തു, കുറച്ച് വെള്ളം ചെയ്തു, കുറച്ച് സ്കൂൾസ് ചെയ്തു, കോളേജസ് ചെയ്തു, യൂണിവേഴ്സിറ്റീസ്, അങ്ങനെ ഒരു അസോർട്ട്മെൻറ്റ് ഓഫ് പ്രോജക്ട്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കിഫ്ബിയെ കാണാം. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ഞാൻ ഈ 16 ശേഷമുള്ള ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ഞാൻ 1999 ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളിത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പം അത് ഒരു അഡീഷണൽ ലിക്വിഡിറ്റി സപ്പോർട്ട് മെഷർ ബട്ട് പ്രൈമറിലി എയിംഡ് അറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇൻഫ്രാസ്ട്രക്ചർ അധികം വിചാരിച്ച കണക്ക് വന്നതുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഓർഗനൈസേഷൻ മാത്രമായിട്ട് നമ്മളിതിനെ കാണരുത്. ഇതിനെ കാണേണ്ടത് നവകേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇത് കാണാൻ. നമുക്ക് ഒരു മലയാളിക്ക് നവകേരളം എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നവകേരളം എന്നുള്ള വാക്ക് ഒരു പുതിയ കോയിനേജ് അല്ല. അത് വളരെ നേരത്തെ തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ് നവകേരളം. പക്ഷേ നവകേരളം എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിനെ ഒരു വികസന ലക്ഷ്യമാക്കിയത് ഈ 2016 ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അതുവരെ ഇറ്റ് വാസ് എൻ ഐഡിയ റിസൈഡിങ് ഇൻ ദ സബ് കോൺഷ്യസ് ഓഫ് ദി ആവറേജ് മലയാളി with the enlightened consciousness that the people of the state have. പക്ഷെ അതിനെ മാറ്റിയിട്ടൊരു ലക്ഷ്യമാക്കി മാറ്റി. ആ ലക്ഷ്യത്തിലേക്കുള്ള ആ പാതയിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ടാണ് കിഫ്ബി മാറിയിരിക്കുന്നത്. അപ്പം കിഫ്ബി ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് വാട്ട് ദി പീപ്പിൾ ഇൻ പവർ വാണ്ട് കിഫ്ബി ടു ബി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് നേടിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളതായിരിക്കണം എൻ്റെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മറുപടി. മൈൽസ് ടു ഗോ ബിഫോർ വി സേ വി ഹാവ്. പക്ഷേ ഇതിനകത്തൊരു വിഷയമുള്ളത് ഈ ഒരു വളരെ വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചതല്ലേ. ഇതിനകത്ത് ഈ ഡെവലപ്മെൻറ്റിൽ ഈ ന്യൂക്ലിയർ ഫിസിക്സിലുള്ളതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ മാസ് കോൺസെപ്റ്റ് ഉണ്ട്. ഈ വികസനം എന്ന് പറയുന്നത് ഒരു സർട്ടൻ ക്രിട്ടിക്കാലിറ്റി ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കോളേജ് പണിതു, ആ കോളേജ് പണിതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ സുതാര്യമല്ല, വളരെ വലിയ വളർച്ചയിലേക്ക് പോയി എന്ന് പറയാൻ പറ്റത്തില്ല. 2 കോളേജ് പണിതു, ആവില്ല. പക്ഷേ ഈ യുറാനിയൻ ബോംബ് പണിയുമ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ പറയുന്നത് പോലെ ആ ഫിസൈൽ മെറ്റീരിയൽ പാക്ക് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ ക്രിട്ടിക്കാലിറ്റി വന്നെങ്കിലേ അവിടെ ഒരു എനർജി പ്രൊഡക്ഷൻ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ കാര്യത്തിൽ ഇത് ഇറാനിയൻ ബോംബ് വരെയൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളൊരു വീട്ടിൽ നമ്മളോ നമ്മുടെ വീട്ടിലുള്ളവർ ഒരു തീ ഊതി തീ അങ്ങോട്ട് തീ ഇടുമ്പോൾ കുറച്ച് പ്രാവശ്യം ഊതിയാലൊന്നും തീ കത്തിയല്ല. അപ്പം സർട്ടൻ എമൗണ്ട് ഓഫ് എഫർട്ട് എടുത്തെങ്കിലേ ഈ ഫയർ ഉണ്ടാവുള്ളൂ. കിഫ്ബി ആ ഫയർ ആണ് എന്നാണ് ഞാനതിനെ കാണുന്നത്. നമ്മൾ കിഫ്ബിയിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം 44,517 ക്ലാസ് റൂംസ് സ്കൂളുകളിൽ ഇതായി. അതുകൊണ്ട് നമുക്ക് എന്തു പറ്റി? നമുക്ക് കോവിഡ് സമയത്ത് വിദ്യാഭ്യാസം മുടങ്ങാതെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. അപ്പം സ്മാർട്ട് ക്ലാസ് റൂംസ് കൊടുത്തു. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാനൊരു സർവേ ഓർക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു അനാലിസിസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത. അപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസും എഡ്യൂക്കേഷണൽ ഡിജിറ്റൽ കണക്ടിവിറ്റിയും അവർ പറഞ്ഞ തോത് നമുക്ക് വേണ്ട 90-95% സ്കൂൾസ് കവറേജായി. വളരെ റിമോട്ടായിട്ടും കണക്ടിവിറ്റി ഇല്ലാത്ത ചില സ്കൂൾസ് ഒഴിച്ചാൽ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ക്രിട്ടിക്കൽ മാസാണ്. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഞാൻ വരാം. ഈ ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് കിഫ്ബി മാറി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ റിഫ്ലക്ഷൻ എനിക്ക് തോന്നുന്ന കിഫ്ബിയുടെ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും വലുത്. അതിന് കിഫ്ബിയെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓണർഷിപ്പാണ്. നമ്മൾ ഈ മാർക്കറ്റ്സിലെല്ലാം വർഷവും നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എല്ലാ വർഷവും കിഫ്ബിയെ ഒരു വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു സർവേലൻസിന് വിധേയമാക്കും. ഞാൻ തന്നെ പോയിട്ട് റേറ്റിംഗ് ഏജൻസിയിൽ ഇവിടെ അവർ ഓൺലൈനായിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ വരും. അവരുടെ ട്രസ്റ്റീസാണ് വരുന്നത്, ക്രിസിലിൻ്റെയും അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ വിട്ടിട്ട് അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം നമ്മൾ ഈ കിഫ്ബി അതിൻ്റെ സസ്റ്റൈനബിലിറ്റി,
അതിൻ്റെ ഇന്നത്തെ ലിക്വിഡിറ്റി ഇത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഓരോ ആണ്ടിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് ഇന്നിപ്പം AA റേറ്റിംഗ് നിൽക്കുന്നുണ്ട്. ഇതുവരെയും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർഷിപ്പ്. അപ്പം കിഫ്ബി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർഷിപ്പിൽ മുൻപോട്ട് പോയാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം, കടത്തിൻ്റെ കാര്യം ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ എന്ന് ചോദിച്ചാൽ, പക്ഷേ കിഫ്ബിയെക്കുറിച്ച് ഇപ്പം പൊതുജനങ്ങൾക്ക് ഒരുപക്ഷെ അറിയാത്തൊരു വലിയൊരു കാര്യം, നമ്മളിപ്പം കിഫ്ബിയെക്കുറിച്ച് കണ്ടല്ലോ 1190 പ്രോജക്ട്സും അതുപോലെ 90,520 കോടി രൂപയുടെ ഔട്ട്ലേവാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഫീൽഡിൽ കാണുന്നത് വളരെ അതിൻ്റെ ഒരു തേർഡ് മാത്രമേ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ഇംപ്ലിമെൻറ്റേഷനിൽ ഡിസൈനിലാണ്. അപ്പം കിഫ്ബിയുടെ കോൺട്രിബ്യൂഷൻ കേരളം, ഞാൻ ആ ക്രിട്ടിക്കൽ മാസ് പറഞ്ഞുകൊണ്ട് ഞാൻ എംഫസൈസ് ചെയ്യുക, ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ദ ബെസ്റ്റ് ഓഫ് കിഫ്ബി ഈസ് യെറ്റ് ടു കം. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൈമറി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു, സ്കൂളുകൾ ഒരു പിടി കെട്ടി ആ കണക്കുകൾ ഞാൻ ഒരുപാട് കോടികൾ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ അത് കണക്കുകൾ പറഞ്ഞ് അതിനെ ഞാൻ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രോഡായിട്ട് പറയുക, നമ്മൾ ഇനിയും വലുതായിട്ട് കയറാൻ പോകുന്ന ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനാണ്. നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഒരുവിധം ഇനി നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്ത് അയക്കണം. പിന്നെ ഏറ്റവും പാവപ്പെട്ടവരുടെ അവിടെ ഇത് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് പ്രൈമറി എഡ്യൂക്കേഷനെ നമുക്ക് അങ്ങനെ അത് മീറ്റ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു പ്രൈമറി എഡ്യൂക്കേഷൻ സെറ്റപ്പ് കേരളത്തിൽ നിന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ അത്ര അത്യാവശ്യം ചെയ്തിട്ടില്ല. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വർഷം നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ഈ 6 മേഖലകളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഒരു സംസ്ഥാനം, കേരള സംസ്ഥാനം ചിലവാക്കുന്നത് ഏതാണ്ട് 646-650 കോടിയാണ്. ഈ മേഖലയിൽ കിഫ്ബി ഈ അതായത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ മൊത്തം എമൗണ്ട് ഏതാണ്ട് 8,000 കോടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ മാസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സാധാരണ ചെയ്യുന്ന കണക്ക് ഒരു കോളേജിൻ്റെ ഒരു ഭാഗം പണിതു എന്നിട്ട് എക്സ്പെക്റ്റിംഗ് സം ട്രാൻസ്ഫോർമേഷൻ വരില്ല. നമുക്കിപ്പോൾ ആ മേഖല, ഇനി ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മേഖലയെക്കുറിച്ചെന്ന് പറയാം. കാരണം അത് അത്ര കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിശ്വാസം സയൻസ് ആൻഡ് ടെക്നോളജിയും ഹയർ എഡ്യൂക്കേഷനിലും ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും നാളത്തെ കേരളത്തിൻ്റെ സർവൈവൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർവൈവൽ. ബാക്കിയൊക്കെ നമ്മുടെ സർവീസസിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെയാണ്. പക്ഷേ മാനവ വികസനം അങ്ങനെയല്ല വലിയ രീതിയിൽ. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ്റെ ചാർജ് വഹിച്ച ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു കുറേ വർഷം. എനിക്ക് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടൊരു 10-11 മാസം ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ക്വിസാറ്റിൻ്റെ കുറച്ച് നാളിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് നാളിരുന്നു, MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് കുറച്ച് നാൾ. ഇതൊക്കെ ഈ വൈസ് ചാൻസലർ സ്ഥാനം ടേം കഴിയുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നോർമലി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫില്ല് ചെയ്യുന്ന ഈ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അപ്പം യൂണിവേഴ്സിറ്റിയുടെ കുറേ ഇൻസൈറ്റ്സ് കിട്ടി. നമ്മുടെ ആനുവൽ സ്പെൻഡിങ് യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ നമുക്ക് കഴിയത്തില്ല. ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കണ്ടമാനം പ്രൈവറ്റൈസ് ചെയ്ത് പണം സ്വരൂപിച്ച് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതകളുമില്ല. അത് ഇന്ത്യയിൽ തന്നെ ഇതുവരെ ആരും കാര്യമായിട്ട് ചെയ്യുന്നില്ല. നമുക്ക് സോഷ്യൽ ഗോൾസ് ഉണ്ടല്ലോ, സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതതിനെല്ലാം മറികടക്കും. ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്താണത്? എസെൻഷ്യലി പഠിക്കുന്ന കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ റിസർച്ച്, അധ്യാപകരുടെ റിസർച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫീൽഡിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതല്ലേ അതിങ്ങനെ നമ്മൾ പല ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് വരികയാണ്. അതൊരു ഒരു വലിയ സംഭവമാണ്. കിഫ്ബി ഒരു ഗെയിം ചേഞ്ചർ ആണെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് എല്ലാവർക്കും സംശയമില്ലാതെ. പക്ഷെ കിഫ്ബിക്കെതിരെ വരുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ അതൊരു സമാന്തര ഗവൺമെന്റ് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് എന്ത് മറുപടി പറയുന്നത്? ഒരു വളരെ എന്താ പറയുക, നമ്മൾ ഈ സാധാരണ ഒരു ക്രിറ്റിസിസം വരുന്നത് കിഫ്ബി ഒരു അപ്പോൾ ഈ കിഫ്ബി സമാന്തര ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ കിഫ്ബിയുടെ പ്രോജക്ട്സ് എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ആദ്യം.
കിഫ്ബിയുടെ എല്ലാ പ്രോജക്ട്സും, എല്ലാം ഞാൻ പറയത്തില്ല, ഒരു 95% പ്രോജക്ട്സിൻ്റെ ഉത്ഭവം എവിടെയാണ്? അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കിഫ്ബി ഇവിടെ ഇരുന്നിട്ട് കിഫ്ബി ഒരു പ്രോജക്റ്റ് കണ്ടു, അപ്പം ഒരു പൊതുജനങ്ങളുമായിട്ട് സംസാരിച്ചു, ആ ഒരു കോൺവെർസേഷൻ വഴി അവിടെ ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യാം, നമുക്കിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നടത്തൊരു നല്ല പ്രോജക്റ്റ് ചെയ്യാം, ഈ ഒരു റോഡ് ചെയ്യാം, അങ്ങനെയല്ല കിഫ്ബി പ്രോജക്ട്സ് വരുന്നത്. കിഫ്ബി പ്രോജക്ട്സ് എല്ലാം ഉത്ഭവിക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നാണ്. സംസ്ഥാന ബഡ്ജറ്റ് വിഹിതം അത് ഉപയോഗിക്കുന്നില്ലെങ്കിലും പ്രോജക്റ്റിൻ്റെ ഉത്ഭവം മൊത്തം ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്നാ, ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയാത്ത പ്രോജക്ട്സ് എടുക്കുന്നില്ലെന്നല്ല, എടുക്കണമെങ്കിൽ അതിനൊരു വലിയ പ്രക്രിയയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ 2016 മുതൽ ഓരോ പ്രോജക്റ്റും, ഞാൻ ഈ പറഞ്ഞ ഈ ക്വാണ്ടം ജമ്പും ഈ ഒരു ക്രിട്ടിക്കൽ മാസും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോജക്ട്സ് എല്ലാം കിഫ്ബിയുടെ ബോർഡ് ആവിഷ്കരിക്കുന്ന പ്രോജക്ട്സ് അല്ല. അത് പലർക്കും അറിയാതെയാണ് ഈ ഒരു വിമർശനം വരുന്നത്. പിന്നെ ഒരു പ്രോജക്റ്റ് കിഫ്ബിയിൽ എടുത്തു, ബഡ്ജറ്റിൽ കൂടെ ഒരു പ്രോജക്റ്റ് വന്നു, ഇനി ബഡ്ജറ്റിൽ വരാത്ത പ്രോജക്ട്സ് എടുക്കാമോ? എടുക്കാം. പക്ഷേ അതിന് പ്രക്രിയ, അതിനാദ്യം വകുപ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കണം. കിഫ്ബി അല്ല കേട്ടോ, കിഫ്ബി അല്ല, വകുപ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കണം. എങ്ങനെ? വകുപ്പിനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കാൻ നേരെ അങ്ങ് കൊടുക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ഒരു മിനിസ്റ്റർ വിചാരിക്കുകയാണ് ഒരു കിഫ്ബി പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിൽ അത് നടപ്പില്ല. എങ്ങനെ ചെയ്യണം? ആ വകുപ്പ്, ആ ഫയല് ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയുടെ പെർമിഷനോടുകൂടി ക്യാബിനറ്റിൽ വെക്കണം. അങ്ങനെ ഓരോ പ്രോജക്റ്റും ഒന്നിൽ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞ പ്രോജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാബിനറ്റ് തലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുന്ന പ്രോജക്റ്റ് ആയിരിക്കും. പിന്നെ ഇനിയും സമാന്തര ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തു. അപ്പം ആകെക്കൂടെ നടക്കുന്നത് നമ്മളെ കിഫ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് തന്നെ കിഫ്ബിയെ നമ്മൾ ഡീലിംഗ് ചെയ്ത് ഫിനാൻഷ്യൽ, അതായത് ബഡ്ജറ്ററി സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ഡീലിംഗ് ചെയ്തു. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ NHI എടുക്കുക, NHI കോടിക്കണക്കിന്, ലക്ഷക്കോടിക്കണക്കിന് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഗവൺമെൻറ് ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? NHI എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ആ NHI ആ ജോലി ചെയ്തു. കിഫ്ബി അത് തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം NHIയെ നമുക്ക് സമാന്തര ഗവൺമെൻറ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ കിഫ്ബിയെയും വിളിക്കുന്നത് ശരിയല്ല. പിന്നെ ഇനിയും കിഫ്ബി NHI ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റുമായിട്ടൊരു ബന്ധമില്ല. നമ്മുടേത് അങ്ങനെയല്ല. ഓരോ പ്രോജക്റ്റിനും ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻറ്റ് വെക്കണം. അത് കിഫ്ബി CEO ഒരു സിഗ്നറ്ററിയാണ്, തേർഡ് സിഗ്നറ്ററിയാണ് കിഫ്ബി CEO. ഫസ്റ്റ് സിഗ്നറ്ററി ആരാ? ഗവൺമെൻറ് സെക്രട്ടറിയാണ്. രണ്ടാമത്തെ സിഗ്നറ്ററി നമ്മൾ നിയോഗിക്കുന്ന ഏജൻസി, അത് പിന്നെ കേരള റോഡ് ഫണ്ട് ബോർഡാകാം, പീലബിളിൻ്റെ കേസിൽ കേരള റോഡ് ഫണ്ട്, RBDCK, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിലെ നമ്മുടെ കൊച്ചിയിലുള്ള ആ ഓർഗനൈസേഷനുണ്ട്. ഓരോ വകുപ്പിനും എടുക്കാം. അതും ആരെയും വിളിച്ച് SPV ആക്കാൻ പറ്റത്തില്ല. അത് 51% കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പബ്ലിക് സെക്ടർ ഏജൻസിക്ക് മാത്രമേ ഈ SPV ആക്കാൻ പറ്റൂ. അപ്പോൾ SPVയും കിഫ്ബിയും ഇത് ഓൺ ചെയ്യുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻറ്റ് വെച്ചെങ്കിൽ മാത്രമേ ഒരു പടി പോലും കിഫ്ബിക്ക് ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ സമാന്തര ഗവൺമെൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ് എങ്ങനെ നമ്മൾ പറയും? ഇതിൽ കൂടുതൽ പിന്നെ ഒരു കൊളാബറേറ്റീവായിട്ട് ഗവൺമെൻറ്റിന് ഈ പ്രോജക്ട്സ് വരുമ്പോൾ എത്രയോ സെക്രട്ടറിമാർ വളരെ എഫക്റ്റീവായിട്ട് പ്രോജക്ട്സ് റിവ്യൂ ചെയ്യും. എത്രയോ മിനിസ്റ്റേഴ്സ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ 2-3 പിന്നെ മിനിസ്റ്റേഴ്സ് ഇപ്പം ഈ അടുത്ത ഇലക്ഷൻ നോട്ടിഫിക്കേഷനിലൊക്കെ പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ എന്തെങ്കിലും ഉടക്കുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ടൊരു മീറ്റിംഗ് കൂടെ കൂടിയിട്ട് സെക്രട്ടറി വരും, ഇങ്ങനെ ചെയ്യും എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സമാന്തര ഗവൺമെൻറ് അല്ല, സമാന്തര ഫൈനാൻസിങ് ആണോ എന്ന് ചോദിച്ചാൽ ശരി, അത് ഞാൻ സമ്മതിക്കാം, ആണല്ലോ. അത് കിഫ്ബിയെ രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് എന്തോ പറഞ്ഞത്, വി ഹാവ് ടു ലുക്ക് ഫോർ ബഡ്ജറ്ററി സോഴ്സസ് ഓഫ് ഫൈനാൻസ് ഔട്ട്സൈഡ് ദി ബഡ്ജറ്റ്. അത് ഡിക്ലൈൻ ഒബ്ജക്റ്റീവാണ്, അതിനകത്ത് ആരും ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അല്ലേ? അപ്പം ഇതാണ് വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞ 646 കോടി രൂപ ഒരു വർഷം, ഈ വർഷത്തെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ മേഖല, മാനവ വികസനം എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ 646 കോടിയാണ് തന്നിരിക്കുന്നത്. ഔട്ട്കം സ്റ്റഡി നടത്താറുണ്ടോ? ഔട്ട്കം സ്റ്റഡി നടത്താനായിട്ട് ഇപ്പം 1-2 സ്റ്റഡി നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്, ബ്രിഡ്ജസിൻ്റെയൊക്കെ. പക്ഷേ ഈ ഔട്ട്കം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതിനൊരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ടല്ലോ. ഈ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ചെയ്തു,
ഇൻഡസ്ട്രിയൽ പാർക്ക് ചെയ്ത് ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് എപ്പോഴാണ് അതിൻ്റെ ഔട്ട്കം സ്റ്റഡി നടത്തേണ്ടത്? നമുക്കൊരു സിംപ്ലിസ്റ്റിക് ആയിട്ടൊരു ഔട്ട്കം സ്റ്റഡി ചെയ്യാൻ ഒരു പ്രയാസമില്ല. 100 ഏക്കർ എടുത്തു, ആ 100 ഏക്കറിൽ എത്ര ആൾക്കാർ വന്നു, അത് അവർ ലീസ് തന്ന കാര്യം നടന്നോ, അതാണ്. അതൊരു സിംപ്ലി എനിക്ക് തോന്നുന്നത് ഒരു മെക്കാനിസ്റ്റിക് ആയിട്ടൊരു സ്റ്റഡിയാണ്. ഔട്ട്കം എന്ന് പറയുന്നത് ഈ വന്ന സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഔട്ട്കംസ് മെഷർ ചെയ്യാൻ ഇനി സമയമെടുക്കും. പക്ഷേ നമ്മുടെ ഫോർമാറ്റിംഗ് റിപ്പോർട്ട്സിൽ ഔട്ട്പുട്ട്സ് മെഷർ ചെയ്ത് പോകുന്നുണ്ട്. സാർ, സ്കൂൾസിലാണെങ്കിൽ ക്രിട്ടിക്കൽ മാസ് ആയി എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ക്രിട്ടിക്കൽ മാസ് ആയി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ. ആ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 100% ഓഫ് കേരളയുടെ സ്കൂൾസ് കവർ ചെയ്തോ? ഇല്ലല്ലോ, ഇല്ല. അപ്പം നമുക്ക് ദാറ്റ്സ് വൈ എൻ്റെ ഒറിജിനൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈൽസ് ടു ഗോ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ 44,000 ക്ലിയർലി ഒരു ക്രിട്ടിക്കൽ മാസാണ്, റിസൾട്ട്സ് കാണത്തക്കവണ്ണയുണ്ട്. അത് നമ്മൾ അതിനെ നമ്മൾ നന്നായിട്ട് ലെവറേജ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിച്ച് മൊത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അതാണ് ഈ ടു യുവർ ക്വസ്റ്റ്യൻ, അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇത് വളരെ ഇതായിട്ട് ചെയ്ത ഒരു മിനിസ്റ്റേഴ്സ് എവിടെയൊക്കെ റിവ്യൂ ചെയ്യുന്നോ അവിടെയൊക്കെ പ്രോജക്ട്സ് വളരെ ഭംഗിയായിട്ട് കൂടുതൽ വേഗതയിൽ നടക്കും. ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ SPV റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും സെക്രട്ടറിമാർ റിവ്യൂയും മിനിസ്റ്റേഴ്സ് റിവ്യൂ ഉള്ളപ്പോഴത്തേക്ക് പ്രോജക്ട്സ് വളരെയധികം മുന്നോട്ട് പോകണം. അപ്പോൾ ഈ മാനവ വികസനം എന്ന് പറയുന്ന നവകേരളത്തിൻ്റെ ഒരു തൂണ്, 1 പില്ലർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി എക്കണോമിക് ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കൂ, പ്യുവർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആക്ച്വലി ഇത് തമ്മിലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ബോർഡർ ലൈൻ ഇല്ല. വൺ ഇസ് വെരി വെരി റിലേറ്റഡ് ആൻഡ് എൻമെഷ്ഡ് വിത്ത് ദി അതർ. എന്നിരുന്നാൽ പോലും ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആർട്ടറി, ഒരു ധമനി ആയിട്ട് തന്നെ ഈ കിഫ്ബി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. നമ്മൾ സിമ്പിളായിട്ടൊരു 15,000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ പാർക്സ് വരികയാണ്. ഇൻഡസ്ട്രിയൽ പാർക്സ് വരിക എന്ന് പറയുമ്പം വലിയ കാര്യമല്ലേ അത്? അതുപോലെ തന്നെ നമ്മൾ ഈ ലൈഫ് സയൻസ് പാർക്ക് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് കമ്മീഷൻഡ്. അതിൻ്റെ എത്ര, ഇപ്പോൾ ഒരു കണക്കെടുത്താൽ എൻ്റെ കയ്യിൽ റെഡിലി കണക്കുകളില്ല, എത്ര പുതിയ സ്ഥാപനങ്ങളും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് വരുന്നത്. അതിനകത്ത് തന്നെയാണ് ഇപ്പം നമ്മുടെ ശ്രീത്രയുടെ അടുത്ത എക്സ്പാൻഷൻ ഫീസ് പോലും അങ്ങനെ അവിടെയാണ് നമ്മൾ ഗവൺമെൻറ് ഉത്തരവായിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനിയും വരാൻ പോണതാണ് അതിലും വളരെ മനോഹരമായിട്ടുള്ളത്. ഒരു തിരുവനന്തപുരത്ത് വിളപ്പിൽശാല യൂണിവേഴ്സിറ്റിയുടെ 50 ഏക്കറിൽ ഒരു EV പാർക്ക് വരികയാണ്. അതിൻ്റെ ഫസ്റ്റ് ബാറ്ററിയുടെ പ്രൊഡക്ഷൻ കേഡിസ്ക് എന്ന് പറഞ്ഞ സ്ഥാപനവും ടൈറ്റാനിയം, സീഡാക്ക്, VSSC ഇവർ 4 കൂടി ഇരുന്നിട്ട് ആദ്യത്തെ ബാറ്ററിയുടെ പ്രൊഡക്ഷൻ പൈലറ്റ് വിജയിച്ച് അതിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. കോൺട്രഡിക്ഷൻ ഇല്ലേ സാർ? എന്താ, നമുക്ക് പെട്രോൾ സെസ് ഒക്കെ അല്ലേ നമ്മുടെ ഒരു റവന്യൂ? അപ്പം ഇല്ല, അത് കോൺട്രഡിക്ഷൻ അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയി പോകും നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടികളെ വളർത്തിയിട്ടേ കുട്ടികൾ വളരുന്ന കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ആരെങ്കിലും ആലോചിക്കുമോ കുട്ടി വളർന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇവിടെ. അതിന് അത്ര വലിയൊരു നമ്മളങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ നോക്കുന്നത് അങ്ങനെയല്ല സാർ. അതൊരു ത്രെട്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് വരാം, ആ ത്രെട്ടിനെ കുറിച്ച് വരാം. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ EV പാർക്ക് വരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ള ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്നു. ഞാൻ പറയുന്നത് ആ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വഴിതെളിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ആ സൈഡിൽ നമ്മുടെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് മെച്ചൂർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനകം അതൊരു നല്ലൊരു പെർഫെക്ഷനിലേക്ക് എത്തും, നല്ല രീതിയിൽ എത്തും. പക്ഷെങ്കിൽ ഇപ്പം ഞങ്ങളിവിടെ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള പ്രൈവറ്റ് സെക്ടർ ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടോ സ്പീഡ് കുറവോ ഇല്ലാതെ അവരുടെ സർവീസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സെർവേഴ്സൊക്കെ ഫയർ ചെയ്യുന്നതാണല്ലോ. അപ്പം വി ആർ ദ ഓൺലി സ്റ്റേറ്റ് ടു ഹാവ് ദിസ്. പിന്നെ ഒരു സംസ്ഥാനം ഈ നവകേരളത്തിൻ്റെ വിഷനിൽ ഡിജിറ്റൽ ആക്സസ് യൂണിവേഴ്സൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച എത്ര രാജ്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പാവപ്പെട്ടവന് നമ്മളൊരു കണക്ഷൻ കൊടുക്കും, എല്ലാവർക്കും കൊടുത്ത് നമ്മൾ തീർന്നിട്ടില്ല എങ്കിലും ആ ഒരു പ്രൊക്ലെയിംഡ് ലക്ഷ്യമില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അത് കൈവരിക്കുമല്ലോ. ഒരാളും വീട്ടിൽ ഇരുന്നിട്ട് ഇൻ്റർനെറ്റിന് അടയ്ക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ഡിപ്രിവേഷൻ അവിടെ വരത്തില്ല. അവർക്കത് കിട്ടും. അങ്ങനെ ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ എക്കണോമിക് സൈഡിൽ തന്നെ എടുക്കുമ്പോൾ എത്രയോ വികസന വലിയ പ്രോജക്ട്സാണ്
വരുന്നത്. അല്ല, അതിന്റെ കൂടെ തന്നെ ആ. ഈ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പിന്നെ ഈ പെട്രോളിയം സെസ്സും അതാണല്ലോ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു റവന്യൂ സോഴ്സ്. അത് ഓവർ ദി ഇയേഴ്സ് നൗ എത്ര ശതമാനമുണ്ട് നമ്മളുടെ ഇത് മാർക്കറ്റ് ബോറോയിങ്സ് വെച്ച് നോക്കുമ്പോൾ? മാർക്കറ്റ് ബോറോയിങ്സ് അല്ല, ഞാൻ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് മോഡൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞ ഞാൻ ഈ ഒരു ചോദ്യം ഒന്ന് പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ₹1 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മുടക്കുമ്പം ആവറേജ്, അതായത് എക്കണോമിക് സ്റ്റഡീസ് സ്കോളേഴ്സിൻ്റെ സ്റ്റഡീസ് പറയുന്നത് ആവറേജ് ₹1 നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 2.75 ആണ്. ആവറേജ് പറയുക. അത് റെയിൽവേ പോലൊരു സെക്ടർ ആണെങ്കിൽ ചിലർ പറയുന്നത് 3 മുതൽ 5 വരെയൊക്കെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആവറേജ് ₹1 നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുമ്പോൾ 2.75 കിട്ടത്തില്ലേ? ആ 2.75യുടെ ഒരു ടാക്സേഷൻ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടാക്സ് കിട്ടത്തില്ലേ? അപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സ് എന്തായാലും കുറയത്തില്ലല്ലോ. നമുക്ക് ഭീഷണിയുള്ളത് എവിടെയാണ്? പെട്രോളിയം സെസ് മാത്രമേ ഉള്ളൂ. ഒന്നാമത് പെട്രോളിയം സെസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി കോമ്പണൻസ് ആണ്. ഇനി പെട്രോളിയം സെസ് കുറയുമ്പോഴത്തേക്കും നമ്മൾ ഗവൺമെൻറ് ആക്ട് പ്രകാരം ആ ടാക്സസ് വളരുന്നല്ലോ. അതാണ് നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്. ഈ ടാക്സ് വളരുമ്പം ഈ ടാക്സിൽ നിന്ന് ഉള്ള സപ്ലിമെൻ്ററി ഗ്രാൻഡാണ് ആക്റ്റിൽ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. കോവിഡ് സമയം നമ്മളുടെ പെട്രോളിയം സെസ്സൊക്കെ വളരെ താഴെ പോയില്ലേ? അന്ന് 2016-21 പിണറായി പിന്നെ സർക്കാരിൻ്റെ ആദ്യത്തെ സർക്കാർ, അന്ന് ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമുണ്ട്. ബാക്കിയുള്ള ഒരു 10% ഗ്രോത്ത് എങ്കിലും അഷ്യൂർ ചെയ്യാൻ മാത്രമുള്ള പണം ബഡ്ജറ്ററി സോഴ്സസിൽ നിന്ന് നമുക്ക് ഗ്രാൻഡായിട്ട് തന്നു. അതേ പറയുന്നത്. അപ്പം നമുക്ക് ഈ ആക്ട്, അതാ പറഞ്ഞത്, ആക്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വളരെ റോബസ്റ്റായിട്ടൊരു ആക്ട് ഫോർമുലേഷനാണ്. അഥവാ നമ്മളുടെ ഡെറ്റ് സർവീസ് ചെയ്യാനായിട്ട് പണം ഇല്ലാതെ വരുന്നൊരു സമയം വന്നാൽ അതിനെ ഈ ഗവൺമെൻറ് ഗ്രാൻഡ് കൊണ്ടുവന്ന് അത് ലെവൽ ചെയ്യും. അങ്ങനെ ലെവൽ ചെയ്യേണ്ടി 2 വർഷം വന്നു കോവിഡ് സമയത്ത്. ഇപ്പോൾ അത് വരുന്നില്ല. കാരണം 3,000-4,000 അത് മതി നമുക്ക്. ഇനിയും അസറ്റ് ലയബിലിറ്റി ഇതിലേക്ക് ഞാനൊന്ന് വരാം. അത് ഈ ഒരു പെർസ്പെക്റ്റീവ് അത് ആക്ച്വലി പറയുകയാണെങ്കിൽ വളരെ ലളിതമാണ്. നമ്മളൊരു വീട് വെക്കുന്ന പോലുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ ആ വീട് വെക്കുന്ന കാര്യം പറയുന്നത് പല ബഹുമാനപ്പെട്ട ഐസക് സാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറും ഇതിനെക്കുറിച്ച് വളരെയധികം സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മളൊരു വീട് നമ്മളെല്ലാം പിന്നെ സൊസൈറ്റിയിൽ ഓരോ ജോലി ചെയ്യുന്നത്, നമുക്കൊരു വീട് വേണമെങ്കിൽ ഒന്ന് ബാങ്കിൽ പോയി എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറിൽ നിന്ന് കയ്യിൽ നിന്ന് ഒരു ലോൺ എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനൊരു റീപേയ്മെൻറ്റ് പീരീഡ് ഉണ്ട് അല്ലേ? നമ്മളൊരു 30 ലക്ഷം 50 ലക്ഷത്തിൻ്റെ ഒരു വീട് പണിതെന്ന് വെച്ചോ. ഈ 50 ലക്ഷം നമ്മുടെ കയ്യിലുണ്ടായിട്ടല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഡീഡ് കൊണ്ടുവന്നുകൊണ്ട് കൊടുത്ത് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഇക്വിറ്റി ആയിട്ട് വെക്കുകയും ബാക്കി ഒരു 80% വരെ ലോൺ റീസ് ചെയ്യും. മിക്ക ബാങ്കും 80% വരെ ലോൺ റീസ് ചെയ്യുമ്പം ആ ലോൺ നമ്മൾ എങ്ങനെയാണ് അടയ്ക്കുക? ആ ലോൺ അടയ്ക്കുന്നത് നമ്മുടെ ലൈഫ് ടൈം, അതായത് ലൈഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ലൈഫ് ടൈം. ഈ വർക്കിംഗ് ലൈഫ് ടൈമിനകത്തുള്ള ഒരു പീരീഡിൽ നമുക്ക് മിച്ചം വെക്കാവുന്ന പണം ഉപയോഗിക്കുമ്പോൾ ഈ 50 ലക്ഷത്തിൻ്റെയോ 30 ലക്ഷത്തിൻ്റെയോ വായ്പ എടുത്തതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ മുതലും പലിശയും കൂടെ തിരിച്ചടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മോഡൽ സേഫ് അല്ലേ? അല്ലേ? അത് തന്നെയല്ലേ കിഫ്ബിയും ചെയ്യുന്നത്. കിഫ്ബി ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ 99,520 എന്ന് പറഞ്ഞ ആ കോടിയായല്ലോ. ആ 90,560 കോടി എന്ന് പറയുന്ന ആ തുക നമ്മൾ 12-15 വർഷം കൊണ്ട് ഈ ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് അടച്ചടച്ച് പോകണം. എന്ന് വെച്ചാൽ ഞാൻ കൈകൊണ്ട്, ഈ ബോർഡില്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ടൊരു പടം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ പണം അടയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയി താപ്പോട്ട് വരികയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതൊരു പാരാബോളിക് സ്ട്രക്ചർ പോലെയായി. ഇനി നമ്മൾ പണം കിട്ടുന്ന സ്ട്രക്ചർ എങ്ങനെയാണ്? അത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും അല്ലേ? അപ്പം ഇതിങ്ങനെ ഒരു ഗ്രാഫും ഇത് ഇങ്ങനെ പതുക്കെ പോകുന്ന ഒരു ഗ്രാഫും. നമ്മുടെ റീപേയ്മെൻറ്റ് ഹൊറൈസൺ 20 കൊല്ലമാണെന്ന് വെച്ചോ. അതിപ്പം ഓരോ പ്രോജക്ട്സും പുതിയത് എടുക്കുമ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് പേയ്മെൻറ്റ് പീരീഡും മുമ്പോട്ട് പോകത്തില്ലേ? ഒരു 20 വർഷം. നമ്മൾ ആദ്യം 20 ഞാൻ പറയാൻ കാര്യം, നമ്മൾ തുടങ്ങുമ്പോൾ 2032 ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഓൾമോസ്റ്റ് നമ്മൾ എടുത്ത എല്ലാ പണവും അടച്ചു തീരാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ പ്രോജക്ട്സിൻ്റെ എക്സിക്യൂഷൻ ഡിലേ വരുമ്പോൾ നമ്മുടെ ലോൺ റേസിങ്ങും മാറുമല്ലോ. അപ്പം ഈ ഒരു പടത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ ഈ പറയുന്ന പാരാബോളിക്കായിട്ട് ഇങ്ങനെ കൊടുത്തു തീർക്കേണ്ടിയ തുകയും ഈ പറയുന്ന ഈ ഗ്രാഫിൻ്റെ കീഴിലുള്ള ആ ഏരിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ അത് നമ്മൾ എടുക്കേണ്ടിയ പണമാണ് അല്ലെങ്കിൽ കൊടുക്കേണ്ടിയ പണമാണ്.
ഈ രണ്ട് ഏരിയയും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. അതുതന്നെയാണ് ഈ കിഫ്ബിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ ടോട്ടൽ ഓവർ ദ റീപേയ്മെൻറ്റ് ഹൊറൈസൺ പീരിയഡ് ഇപ്പോൾ ഔട്ട്ഫ്ലോസിന് എന്തൊക്കെ വരാം? പ്രിൻസിപ്പൽ റീപേയ്മെൻ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് റീപേയ്മെൻ്റ് ഉണ്ട്, പ്രോജക്റ്റ് കോൺട്രാക്ടേഴ്സ് വന്ന് പ്രോജക്റ്റിൻ്റെ ബിൽസ് ഉണ്ട്. ഈ 3 ഔട്ട്ഫ്ലോയും നമ്മുടെ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? 3 തരത്തിൽ. അവിടെയും മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഉണ്ട്, സെസ് ഉണ്ട്, പിന്നെ ആ സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വന്നാൽ ഗവൺമെൻറ് തരുന്ന ഗ്രാൻറ്റും ഉണ്ട്. അപ്പോൾ ഈ 3 ഇൻഫ്ലോ സോഴ്സസും നമ്മൾ അടയ്ക്കേണ്ടിയ 3 ഔട്ട്ഫ്ലോ കമ്മിറ്റ്മെൻറ്റ്സും കൂടെ ബാലൻസ് ചെയ്ത് ഈ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും കിഫ്ബിക്ക് ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കിഫ്ബിയുടെ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് പലരും ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് കാണാത്ത ഒരു കാര്യമാണ്. ഇനി ഇൻഡിവിജ്വലും കിഫ്ബിയും തമ്മിലുള്ള വ്യത്യാസവും കൂടെ പറയാം. ഇൻഡിവിജ്വൽ ഒരു ലോൺ എടുത്തു, അവിടെ എവിടെയാണ് റിസ്ക് ഉള്ളത്? ഇൻഡിവിജ്വലിനെ ആരും ഗ്യാരണ്ടി ചെയ്യാനില്ല, ഉണ്ടോ? നമ്മുടെ സ്വന്തം നമ്മൾ ഒരു ലോൺ എടുത്തു, നിർഭാഗ്യവശാൽ ആ ലോൺ എടുത്ത ആൾ മരിച്ചുപോയി എന്ന് വെച്ചു, അത് ഒരു ഭയങ്കര ഇൻ്റർജനറേഷണൽ ലയബിലിറ്റി അല്ലേ? ആ മരിച്ചുപോയ വ്യക്തിയുടെ സ്പൗസിൻ്റെ പുറത്ത് അത് മൊത്തം വരില്ലേ? അത് അടച്ചു തീർന്നില്ലെങ്കിൽ ആ ഈട് വെച്ച വസ്തുവിൻ്റെ പുറത്ത് വരത്തില്ലേ? ആ ധനകാര്യ സ്ഥാപനം വസ്തു ഒന്നും എടുക്കത്തില്ലേ? ഗവൺമെൻറ് അങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മളുടെ സോവറിൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ സബ് സോവറിൻ ഗ്യാരണ്ടി. സബ് സോവറിൻ ഗ്യാരണ്ടി തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നതിന് സോവറിൻ ഗ്യാരണ്ടിയും നമ്മൾ കൊടുക്കുന്നതിന് പല എക്കണോമിക്സും അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന സബ് സോവറിൻ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പോകുന്നത്, അതായത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റി ആയതുകൊണ്ട് ഒരു വ്യക്തി മരിക്കുന്നത് പോലുള്ള അണ്ടർലൈങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസ്ക് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നോക്കിയേ. ഒന്ന്, ഞാൻ ഈ പറയുന്ന ഈ പേയ്മെൻറ്റ് ആൻഡ് ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ സ്ട്രക്ചർ. 2, ഗവൺമെൻറ് ഒരു കണ്ടിന്യൂയിങ് ബോഡിയാണ്. പിന്നെ എവിടെയാണ് ഡാമേജ് വരാൻ പറ്റുന്നത്? നമ്മൾ ഇത് ഓവർലോഡ് ചെയ്യുന്നു. അതായത് നമ്മളുടെ ഈ ഗ്രാഫിൽ 20 വർഷം കൊണ്ട് കിട്ടുന്ന പണവും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള പണവും ഇത് തമ്മിൽ ഒരു ബാലൻസ് ഇല്ലാതെ പോയാൽ എങ്ങനെ എടുക്കും? നമ്മൾ 20 വർഷം ഹൊറൈസൺ എടുത്ത് കേരളത്തിലെ എല്ലാ പ്രോജക്ട്സും കൂടെ കിഫ്ബി അങ്ങ് ചെയ്ത് കളയും എന്ന് പറഞ്ഞ് വാശിയായിട്ട് പോയിട്ട് ഈ പണം എടുക്കുമ്പോൾ ഈ ഹൊറൈസണിനകത്ത് ഉള്ള വരുന്ന പണവും കൊടുത്തു തീർക്കേണ്ടിയ പണവും. അതുകൊണ്ടാണ് കിഫ്ബിക്ക് ഒരു മെഷീൻ ലേണിംഗ് പവേർഡ് ആയിട്ടുള്ള ഒരു ആദ്യം ഞങ്ങൾ ചെയ്തത് 2018 ചെയ്തതാണ്. ഒരു മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആയിട്ടൊരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മോഡലുണ്ട്. ഈ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഇപ്പം നിങ്ങളെല്ലാവരും ചാറ്റ് GPT ഉപയോഗിക്കുമല്ലോ. നിങ്ങൾ ചില കാര്യങ്ങൾ കൊടുത്തിട്ട് അത് പറഞ്ഞിട്ട് ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, ഇതിനകത്തുള്ള കറക്ഷൻസ് എന്ത് വേണം ചോദിക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഒരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മോഡലുണ്ട്. ആ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മോഡൽ എന്ത് ചെയ്യും? ഇതുവരെ കിഫ്ബിയിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒരു രീതി, ഇൻഫ്ലോസ് അത് എടുക്കും. ഈ കോവിഡ് സമയത്ത് ഗവൺമെന്റിന് ഗ്രാന്റ് തന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ 2 സംശയമാണ്. ഒന്ന്, ഗവൺമെന്റിന്റെ സഹായമില്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ റിസോഴ്സ് പ്ലാൻ ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇത് ഓവർ എ പീരീഡ് ഗവൺമെന്റിന് തന്നെ ഒരു ബർഡൻ ആയിട്ട് വരില്ലേ? ദാറ്റ്സ് വൺ തിങ്. ആൻഡ് സെക്കൻഡ്, ഞാൻ രണ്ടാമതും കൂടെ ചോദിക്കാം. 2, ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യാവുന്നതിന് ബിയോണ്ട് എ പോയിന്റ് ആണ് ഇതിന്റെ ലയബിലിറ്റി വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കിഫ്ബി? അല്ല, കിഫ്ബിയുടെ ലയബിലിറ്റി അതിന്റെ പുറത്ത് വരാൻ പാടില്ല, പറ്റത്തുമില്ല. അതിന്റെ കാരണം എന്താ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തോ അതിനർത്ഥം? ദാറ്റ്സ് ട്രൂ, ബട്ട് മൈ പോയിന്റ് അതല്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റിൽ എന്തോ എംബോഡി ചെയ്യുന്നത്, അടുത്ത 6 മാസം പേ ചെയ്യാനായിട്ടുള്ള പണമുണ്ട്. അടുത്ത ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത 6 മാസം ചെയ്യാനായിട്ടുള്ള പണമുണ്ട്. വിച്ച് മീൻസ് നമുക്കൊരു ഷോർട്ട് ടേം വ്യൂ എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഓവർലോഡിങ് കിഫ്ബി നമുക്ക് പറ്റുകയില്ല അൺലെസ് വളരെ പ്രൊഫ്ലിഗേറ്റ് ആയിട്ട് ചെയ്താൽ. അങ്ങനെ ചെയ്യുമ്പം ആദ്യത്തെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാമോ? അത് വളരെ ഇൻട്രസ്റ്റിംഗാണ്. ഫസ്റ്റ് ഇമ്പാക്റ്റ് ഇസ് ഇൻവെസ്റ്റേഴ്സ് അത് ക്വസ്റ്റ്യൻ ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് പറയും, നിങ്ങളുടെ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റിൽ ഈ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾ സ്ട്രെസ്ഡ് ആണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് തരും എന്നുള്ളൊരു വിഷയം വരും. അതിനെക്കാട്ടിലും കൂടുതൽ ഈ ഇൻവെസ്റ്റേഴ്സ് പണം തരത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളൊരു ഒരു പത്രത്തിലൊരു ആർട്ടിക്കിൾ വന്നപ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇങ്ങനെ വന്നല്ലോ, ഞങ്ങൾക്ക് വി നീഡ് ആൻ ആൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ ബൈ എൻഡ് ഓഫ് ദി ഈവനിങ് ഞങ്ങൾ മറുപടി കൊടുത്തു. സോ വി ഗോട്ട് ഓവർ ഇറ്റ്. പക്ഷേ കോജൻ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്താൽ അല്ലേ ഇൻവെസ്റ്റേഴ്സ് സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. പിന്നെ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, റേറ്റിംഗ് ഏജൻസീസ് ഇല്ലേ, റേറ്റിംഗ് ഏജൻസീസിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവരിവിടെ വന്നിരിക്കും. അവരിവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ ഓഫീസുകളിൽ ധാരാളം സമയം സ്പെൻഡ് ചെയ്യും. മൊത്തം ഡീറ്റെയിൽസ് അവർ ചോദിക്കും. എന്നിട്ട് മാത്രമല്ല, അത് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ?
ഫൈനലായിട്ട് ക്ലോസ് ചെയ്യുന്നത് സിഇഒയുടെ അഭിമുഖം ഉണ്ടാവും. സിഇഒയുടെ അഭിമുഖം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റെപ്പ് അവർ ധനകാര്യ സെക്രട്ടറിയെ കാണാൻ പോകും. ധനകാര്യ സെക്രട്ടറിയെ കാണാൻ പോയിട്ട് ധനകാര്യ സെക്രട്ടറിയായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൽ അവർ ഈ പറഞ്ഞ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും അവർ ചോദിക്കും. ഹൗ ഹാപ്പി ആർ യു, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു. എന്നിട്ട് അവർ പലരും റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നത് വി സീ സ്ട്രോങ് പേരൻ്റൽ ഓണർഷിപ്പ് ഓഫ് കിഫ്ബി. അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് യാതൊന്നും വയലേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് യാതൊന്നും ഭയക്കാനില്ല. പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്താൽ വലിയ രീതിയിൽ ഭയക്കാനുണ്ട്. കിഫ്ബിയുടെ റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്ട്സിനെ കുറിച്ചൊന്നും പറയാമോ? ബിക്കോസ് അത് കിഫ്ബിയുടെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് അത് ഭയങ്കര crucial ആണ്. ദാറ്റ്സ് എൻ എക്സെപ്ഷൻ, വെരി പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 20% മിക്സ് ഉണ്ട്. അത് കിഫ്ബിയുടേത് റവന്യൂ ഏർണിംഗ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പാർക്സ് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് ചെയ്ത ട്രാൻസ്ഗ്രിഡ് പ്രോജക്റ്റ് അവർ അടയ്ക്കുന്നു, അവർക്ക് പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ കോസ്റ്റിന് സേവ് ചെയ്യുന്നു, അവർ ആ സേവിങ് കണക്ക് കൂട്ടിയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് റീപേ ചെയ്യുന്നു. അങ്ങനെ കുറേയധികം പ്രോജക്ട്സ് നമുക്കുണ്ട്. പക്ഷേ അത് 20% ഓഫ് ദ ടോട്ടൽ പോർട്ട്ഫോളിയോ ഉള്ളൂ. നമ്മൾ വലിയ താമസമില്ലാതെ, അതായത് ഇപ്പം അനൗൺസ് ചെയ്ത പ്രോജക്ട്സ് എല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മളൊരു 1+ പുറത്ത് പോയി നിൽക്കും. നമ്മുടെ ടോട്ടൽ 1 lakh crores പുറത്ത് പോയി നിൽക്കും. ഇതിലൊരു 20% ഇതുള്ളൂ. പക്ഷേങ്കിൽ കിഫ്ബിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചില്ലേ, കിഫ്ബിയുടെ ഫ്യൂച്ചർ ഇനിയും വരുന്നത് ഇതുപോലത്തെ റവന്യൂ ഏർണിംഗ് പ്രോജക്ട്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്കമെൻഡേഷനും അതാണ്. കിഫ്ബി ബഡ്ജറ്റിൻ്റെ ഈ പറഞ്ഞ ഏലത്തിൻ്റെ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോജക്ട്സ് എല്ലാം തന്നെ ഇതുപോലെ കൊമേർഷ്യൽ പ്രോജക്ട്സ് ആയിരിക്കണം. ആ ഒരു ആലോചന നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈ 1190 പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമ്പർ അല്ലല്ലോ. ഈ 1190 പ്രോജക്ട്സ് തീർത്ത് ഞാൻ ഈ പറയുന്ന അടുത്ത തലമുറയ്ക്കുള്ള ഒരു വലിയൊരു ഒരു സംഭാവന ഈ സർക്കാർ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ലെവലിൽ ചിന്തിക്കേണ്ടത് അങ്ങനത്തുള്ള പ്രോജക്ട്സാണ്. കൊളാബറേറ്റീവായിട്ട് പിന്നെ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനോടുകൂടി അല്ലെങ്കിൽ പിന്നെ റവന്യൂ ഏർണിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് എങ്ങനെ നമുക്ക് കൂട്ടി എടുക്കാൻ പറ്റും. അത് എളുപ്പം ഒരു മാർഗം ഇൻഡസ്ട്രിയൽ പാർക്സ് പോലെയാണ്. പക്ഷേ അതല്ലാതെ ഒരുപാട് പ്രോജക്ട്സ് ടോള് പറഞ്ഞിരുന്നു. ടോളിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ പ്രോജക്ട്സ് നമ്മൾ ടോളിൽ എടുത്തിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഭാവി ആ ലെവലിലേക്ക് അന്ന് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ നയിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞിട്ടുള്ള ഒരു റോഡ്സിലും വരില്ല. ഇപ്പം പറഞ്ഞിട്ടുള്ള ഉള്ള റോഡ്സിൽ വരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ അന്നത്തെ ഫൈനാൻസിങ്, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഇല്ലേ, ഇതിനെ നമ്മൾ എങ്ങനെ സമീപിക്കും എന്നുള്ളപ്പം ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നതിനെ പുറത്താവൂ, ഇനിയും വരാൻ പോണതിനെ, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തതായിട്ട് ഇവിടെ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാറുമായിട്ടില്ല. അതിൻ്റെ പറയാറായിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷൻ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ഈ പറയുന്ന എത്രമാത്രം പ്രോജക്ട്സ് മുമ്പോട്ട് കൂടുതലായിട്ട് കൊണ്ടുപോകണം എന്നൊരു തീരുമാനം എടുക്കുമ്പോഴല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെയും ഈ പെട്രോളിയം സെസ്സിൻ്റെയും അവൈലബിലിറ്റിക്ക് അനുസരിച്ചുള്ളൊരു ട്രജക്ടറി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചോ. പിന്നെ എന്തിനാ നമുക്ക് അല്ല ഈ 1 lakh അത് തന്നെ 3500 അപ്രോക്സിമേറ്റ്ലി ആ ലെവലിൽ ഒരു 4000 എന്ന് വെച്ചോ. 4000 വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഭയക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഹാവ് യു അച്ചീവ്ഡ് യുവർ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചല്ലോ. അവിടെയാണ് അതിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള കാതലായിട്ടുള്ള മർമ്മം ഇരിക്കുന്നത്. ഇഫ് യു തിങ്ക് ഓർ ഇഫ് ദ ഗവൺമെൻറ് തിങ്ക്സ് ദറ്റ് യെസ് വി ഹാവ് മോർ ടു ഗോ, വി ഹാവ് മോർ ടു ഡു എന്ന് പറയുകയാണെങ്കിൽ ദെൻ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഓൾട്ടർനേറ്റ് ഫൈനാൻസിങ് മെക്കാനിസം വിതൗട്ട് ഓവർലോഡിങ് ദി റോബസ്റ്റ് മെക്കാനിസം. ഇപ്പം നമ്മൾ രൂപകൽപ്പന ചെയ്ത റോബസ്റ്റ് മെക്കാനിസത്തിന് ക്ഷതം പറ്റാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പക്ഷെങ്കിൽ വി വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് വേരിയസ് ഡൈവേഴ്സ് ഫോംസ്. പക്ഷേ നൗ ഇസ് നോട്ട് ദ ടൈം ഫോർ ടേക്കിംഗ് ദാറ്റ് ഡിസിഷൻ. ഇപ്പം നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അനൗൺസ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ക്വാളിറ്റി ഉറപ്പാക്കി അത് കമ്മീഷൻ ചെയ്യുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്താൽ ഈ പറയുന്ന സ്വപ്നം നമ്മൾ നേടും. ബാക്കി ഭാവി വാട്ട് ദ ഫ്യൂച്ചർ ബ്രിങ്സ് അത് നമുക്ക് ആ ഫ്യൂച്ചറിന് വിട്ടുകൊടുക്കാം. ഇത് നമുക്ക് ഇതാണ്. പക്ഷേങ്കിൽ ദ പോസിബിലിറ്റി ഓഫ് ഡൂയിങ് ദാറ്റ് ക്ലിയർലി അത് ഗവൺമെൻറ്റ്സ് കൺസിഡർ ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റി. പൊളിറ്റിക്സ് അല്ല, ഇപ്പോൾ ഒരു നമ്മുടെ ഓപ്പോസിഷനൊക്കെ കിഫ്ബിയെ നന്നായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഒരു ഗവൺമെന്റ് വരികയാണ്, അവർക്ക് ഇതിന്നൊരു എക്സിറ്റ് വേണം, അല്ലെ അങ്ങനെ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ടോ?
പിന്നെ പോസിബിലിറ്റി സാധാരണഗതിയിൽ തോന്നൽ വരാൻ പിന്നെ പാടില്ല, അങ്ങനെ വരില്ല എന്നാണ്. കിഫ്ബി വിൽ ബി ഹിയർ, അതല്ലേ? അല്ല, എന്ന് വരുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പം ഒരു സംസ്ഥാനത്തിന്റെ 3.5 ലക്ഷം ആൾക്കാരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഭാവിയിൽ. അത് ഒരു CEO ഇവിടെ ഇരുന്നേച്ച് ഭാവിയിലുള്ള ഗവൺമെന്റ് ഈ രീതിയിലൊക്കെ ചെയ്തോളും എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകുന്നില്ലേ? ഗവൺമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആക്ടിൻ്റെ ജനസിസ് ഒന്ന് ആലോചിച്ച് നോക്കി. യുനാനിമസ് ആയിട്ട് പാസ്സായ ആക്റ്റാണ്. അപ്പോൾ എന്താണ് വികാരം യുനാനിമസ് ആയിട്ട് പാസ്സാക്കാനും നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡെവലപ്മെൻറ്റ് വോയിഡ് ഉണ്ട്. ആ ഡെവലപ്മെൻറ്റ് വാക്യൂം ഫില്ല് ചെയ്യണം. അതൊരു ക്രിട്ടിക്കൽ മാസ് എന്നുള്ള രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം എന്ന് കണ്ടുകൊണ്ടല്ലേ ആ ഒരു യുനാനിമിറ്റി വന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ മിക്ക ഇഷ്യൂസിലും ഗവൺമെൻറ് ഈ ഓപ്പോസിഷനും റൂളിംഗ് ഫ്രണ്ടും എപ്പോഴും ഡൈവേഴ്സ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുകയല്ലേ. അങ്ങനെ യുണൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇല്ലേ, പലതും ഇല്ലേ. അസംബ്ലി യുനാനിമസ് റെസൊല്യൂഷൻ അങ്ങനെ പാസ്സാക്കിയ വിഷയങ്ങളിൽ ഒരെണ്ണം കിഫ്ബി ആണെന്ന് പറയുമ്പം നമുക്ക് കിഫ്ബിയിലുള്ളവർക്കും എല്ലാവർക്കും ഒരു അഭിമാനമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് പെർസ്പെക്റ്റീവ്, കേരളത്തിനൊരു എൻലൈറ്റൻഡ് ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ഉണ്ട്. അവർ പൊളിറ്റിക്സിൽ, ഞാനിത് പറയുന്ന എൻ്റെ 43 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, പൊളിറ്റിക്സിൽ അത് പറയും ഇത് പറയും, അതൊക്കെ പൊളിറ്റിക്സിൻ്റെ സ്വഭാവമാണ്. അതിപ്പം പിന്നെ വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഇതിന് കുറവാണ്. ഒരു കൂട്ടർ പറയുന്നത് മറ്റൊരു കൂട്ടർ കണ്ണിക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കളക്റ്റീവ് ആക്ഷൻ, ഒരു റിഫൈൻഡ് ഹൈലി എൻലൈറ്റൻഡ് പബ്ലിക് കോൺഷ്യസ്നെസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടു യുവർ ക്വസ്റ്റ്യൻ, അങ്ങനൊരു സാഹചര്യം എന്നാൽ പിന്നെ പഴയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയതല്ലേ, എന്നാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഈ രീതിയിൽ നടക്കത്തില്ലല്ലോ. നടക്കുമോ? ഏറ്റവും പിന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം, ടേക്കിംഗ് പവർ, ഗ്രീക്ക് ഡെമോക്രസിയെ അനുകരിച്ചുകൊണ്ടുള്ളൊരു മാറ്റമല്ലേ അത് അന്ന് വന്നത്. കൊണ്ടുവന്നത് LDF ഗവൺമെൻറ്റാണ് അല്ലേ. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അതിനൊരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്, ഇല്ലൊന്നുമില്ല. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, ഡെഫിനറ്റായിട്ടും പോകണം. അതിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ ഫിനാൻസിലിരുന്ന് ജിയോ വളരെ സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അന്നത്തെ LSD സെക്രട്ടറി വിജയാനന്ദ് സാറുമായിട്ടൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്ന് ഐസക് സാറ്, അതുപോലെ മൺമറഞ്ഞു പോയ EMSൻ്റെ മകൻ ശ്രീധരൻ സാറ്, അനിയൻ സാറും എല്ലാം ഇരുന്ന് ഐസക് സാറ്, അന്നത്തെ പ്ലാനിംഗ് ബോർഡ്, അങ്ങനെ പാലോളി സാറ്, ഇവരുടെ എല്ലാം മുറിയിൽ കാലത്തെ ഞങ്ങൾ ബുധനാഴ്ച 8:15 കൂടും. അങ്ങനെ മെനഞ്ഞെടുത്ത ഒരു സ്ഥാപനം, ഒരു സമ്പ്രദായമാണ്. അന്ന് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഈ ധനകാര്യത്തിൻ്റെ നിയമങ്ങൾ മാറ്റാനാണ്. അപ്പോൾ ആ നിയമങ്ങൾ മാറ്റുന്ന പ്രക്രിയയിൽ വളരെയധികം ഇൻവോൾവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, തിരിഞ്ഞു നോക്കുമ്പം സന്തോഷിക്കാനല്ലേ മാർഗമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കോവിഡ് വന്നപ്പം, കോവിഡ് അല്ലല്ലോ, നമ്മുടെ ഈ പ്രളയം വന്നപ്പോൾ വേൾഡ് ബാങ്ക് ഒരു PDNA തന്നു, PDNA ചെയ്തു. നിങ്ങളത് റിപ്പോർട്ട് വായിക്കണം, വളരെ രസകരമായ റിപ്പോർട്ടാണ്, വളരെ ഇൻസൈറ്റ്ഫുൾ റിപ്പോർട്ടാണ്. രസകരത്തിനെക്കാട്ടിലും കൂടുതൽ ഇൻസൈറ്റ്ഫുള്ളാണ്. അവർ വേൾഡ് ബാങ്ക്, ADB, KFW, പിന്നെ ഈ ജാപ്പനീസ് ഇവരെല്ലാം വന്നിട്ട് അവർ പറഞ്ഞത്, ദ സ്ട്രെങ്ത് ദറ്റ് വി സോ ഇൻ കേരള റിസൈഡ്സ് ഇൻ ദ ലോക്കൽ സപ്പോർട്ട് സിസ്റ്റംസ് അറ്റ് ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവൽ എന്ന് അവർ പറഞ്ഞു. കാരണം ഒരു വീട് ഒഴുകിപ്പോവുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും ആൾക്കാർ. ഇത് വീട് ഒഴുകിപ്പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ LSG വാർഡ് മെമ്പറും അവിടുത്തെ പ്രമാണിമാരും എല്ലാം കൂടെ സ്ഥലത്തെത്തി അത് തടയാനാണ് നോക്കുന്നത്. അവിടെ ഓപ്പോസിഷൻ എന്നില്ല, ഭരണകക്ഷി എന്നൊന്നുമില്ല, ഒരുമിച്ച് പ്രവർത്തിച്ചു. അതാണ് ഇവരെ പോലൊരു എക്സ്പേർട്ട് ബോഡി വന്നിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് ഈ മുറിയിൽ എന്നെ ബ്രീഫ് ചെയ്യാൻ വന്നപ്പം എന്നോട് പറഞ്ഞിട്ട് പോയതാണ്. അമേസിങ് എന്നോട് പറഞ്ഞു, amazing Dr. Abraham, it is simply amazing the kind of resilience and strength that we see in your local bodies. We have never seen it in the world anywhere. അവർ പറയാണ് അത്ര ഭയങ്കരമാണ്. അപ്പം പബ്ലിക് കോൺഷ്യസ്നെസ് ഓഫ് കേരള ബീങ് വാട്ട് ഇറ്റ് ഇസ്, ആ എൻലൈറ്റൻഡ് ലെവൽ ഞാൻ അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഫോർസീ ചെയ്യുന്നില്ല. സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഒരു തിരിച്ചുപോക്കിന് പ്ലാൻ ചെയ്യില്ല എന്ന് തന്നെയാണ്. തിരിച്ചുപോക്കിന് പ്ലാൻ ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കൊരു 100% വിശ്വാസമുണ്ട്. ഇനിയും 100% എന്നൊരു നമ്പർ പിന്നെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം 100 എന്ന് പറയുന്ന ആ ലൈനിലെത്തുമ്പോൾ അത് ശരിക്കും 100 അല്ല, അത് 100+ ആയിട്ട് കുറച്ച് സമയം. അങ്ങനെയാണല്ലോ ക്വാണ്ടം തിയറി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബ്ലണ്ടർ ഓഫ് ദി ഓർ ദ ട്രാജഡി ഓഫ് ദി സെഞ്ചുറി, ഐ വുഡ് സേ. മനസ്സിലായി? അങ്ങനെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഗവൺമെന്റ് തന്നെ ഒരു വർക്ക് സ്റ്റഡി റിപ്പോർട്ടില്
കിഫ്ബി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയായതിനു ശേഷം അവസാനിപ്പിക്കുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെ, അപ്പോൾ അവസാനിപ്പിക്കും എന്ന് ഭരണ റിപ്പോർട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം വെച്ചാൽ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിഫ്ബിയെ എങ്ങനെ കാണണം എന്ന് ചോദിക്കുന്നു. ഒബ്ജക്റ്റീവ്സുമായിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് തീർന്നു. 90,562 കോടി 1190 പ്രോജക്ട്സ് തീർത്തിട്ട് കിഫ്ബിയെ നിർത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിർത്താം. അങ്ങനെ അതാണ് പറയുന്നത്. ഈ പ്രോജക്ട്സ് തീർത്തിട്ട് നിർത്തേണ്ട ഒരു സ്ഥാപനമാണ് അല്ലയോ എന്നുള്ളത് റിപ്പോർട്ട് എഴുതിയവർക്ക് അറിയത്തില്ലല്ലോ. അത് അന്നത്തെ കേരളീയ ജനത തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് ചിന്തിക്കണം. അവർ പറയണം എന്താണ് പറയേണ്ടത്. ഇത് കിഫ്ബി ചെയ്ത പ്രോജക്ട്സ് മതി, ഇനി അത് ബാക്കിയുള്ള പഴയതുപോലെ ബഡ്ജറ്റിൽ ചെയ്താൽ മതി എന്ന അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാവും. അങ്ങനെയല്ല, ഒബ്ജക്റ്റീവ്സ് തീർന്നിട്ടില്ല. ദർ ഇസ് അനദർ സൈക്കിൾ ഓഫ് ഗ്രോത്ത്, അനദർ വേവ് ഓഫ് ഗ്രോത്ത് ദാറ്റ് അവൈറ്റ്സ് അസ് എക്സ്പെക്റ്റൻ്റ്ലി എന്ന് പറയുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർവേഡ്. ഒരു സംശയമില്ല. കിഫ്ബി പോലെ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആണ് KDISC. അതിന്റെ ഒരു ആക്ടിവിറ്റീസ് ഈ കിഫ്ബി പോലെ ഒട്ടും പബ്ലിസൈസ്ഡോ ആളുകൾക്ക് അത്ര അറിയുന്നതോ അല്ല. എന്താണ് അതിന്റെ ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ട്? KDISC ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു KDISC ഇന്ന് ഒരു ഇൻ്റലക്ച്വൽ എന്താ പറയുക, ഒരു ഹോട്ട് ബെഡ് ഓഫ് ആക്ടിവിറ്റി ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഉദാഹരണം പറയാം. അന്ന് 2017 ഞാനത് റിട്ടയർ ചെയ്യുന്ന സമയമാണ്. അന്ന് ബഹുമാനപ്പെട്ട CM പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണം. അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ച 2 വാക്കേ ഉള്ളൂ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡയറക്ഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ടൊരു സ്ഥാപനം നമുക്ക് വേണം. അങ്ങനെ അന്ന് ഓൾമോസ്റ്റ് വൈൻഡിങ് അപ്പ് സ്റ്റേജിലായ ഒരു കേരള സ്റ്റേറ്റ് ഇന്നൊവേഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. പഴയ സാം പിട്രോഡ കാലഘട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി. ആ സാധനത്തിനെ എടുത്താണ് നമ്മൾ കേരള ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിലാക്കി. പിന്നെ ഏറെക്കുറെ ഒരു കിഫ്ബിയുടെ ഒരു രീതിയിൽ ഗവർണിംഗ് സ്ട്രക്ചർ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട CM അതിൻ്റെ ചെയർമാനായി, 5 മന്ത്രിമാരും, അതിനകത്ത് 1 മന്ത്രി വൈസ് ചെയർമാനോ. ഇപ്പം അതിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലവൽ സാറാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പം നമുക്ക് അന്ന് ഞാൻ ഓർക്കുവാണ്, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള 2-3 പ്രോഗ്രാംസ് ഉണ്ട്. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അതും കൂടെ പറയാം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. ആബ്സല്യൂട്ട്ലി ഫാസിനേറ്റിംഗ് പ്രോഗ്രാം. ഞങ്ങൾ തുടങ്ങുമ്പം 158 ഐഡിയാസാണ് നമുക്ക് കിട്ടുന്നത്, എല്ലാ കേരളവും കൂടെ വെച്ചിട്ട്. ഇന്ന് 18-ന് ശേഷം അത് വളർന്ന് 2.5 ലക്ഷം ഐഡിയാസിലേക്ക് നമ്മുടെ കുട്ടികൾ തരികയാണ്. അതിൽ ചിലതൊക്കെ എടുത്ത് പേറ്റൻ്റാക്കി. കഴിഞ്ഞ 2023 ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് 4 ക്ലാസ് ഓഫ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആക്കി. ഒന്ന് സ്കൂൾസിനുള്ള ജനറൽ പ്രോഗ്രാം, പിന്നെ കോളേജസിനുള്ളത്, പ്രൊഫഷണൽ കോളേജസിനുള്ളത്, ITIക്കുള്ളത്, മെഡിക്കൽ കോളേജസിനുള്ളത്, ITIക്കുള്ളത്, ഇങ്ങനെ 4 ക്ലാസ് ആക്കി നമ്മളതിനെ മാറ്റി. എന്നാ റിസപ്ഷനാണ്. ഇപ്പം YIP 8ആയി. YIP 8ാമത്തെ ട്രാൻഷയാണ്, 8ാമത്തെ ഇതാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ റിസപ്റ്റിവിറ്റി അതിഗംഭീരമാണ്. അപ്പോൾ YIP എന്താണ് കേരളത്തിന് ചെയ്തത്, KDISC വഴി നിന്ന് ചെയ്തു കഴിഞ്ഞാൽ, ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു മിടുക്കനായ ഒരു കൊച്ചനോടിരിക്കുന്നു, അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നല്ല സാമ്പത്തികമായിട്ട് ശക്തിയുള്ള ഒരാൾ, അവർ ചെയ്യേണ്ട കാര്യം അതിൽ നിന്ന് മാറി. ഇപ്പോൾ ഇത്രയും ഐഡിയാസ് വന്നിട്ട്, അത് മാത്രമല്ല ഒരു മെൻറ്റർ കണക്റ്ററാണ്. വളരെ ആവേശപരമായിട്ടൊരു കാര്യം. ഐ തിങ്ക് യു ഷുഡ് സ്റ്റഡി ദാറ്റ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് വോളണ്ടറി മെൻറ്റേഴ്സാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ പിന്നെ സയൻറ്റിസ്റ്റും അങ്ങനെയുള്ള വലിയ ഇൻഡസ്ട്രീസ് ആയിട്ടൊരു മെമ്പേഴ്സ് ഈ കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുകയാണ്. ഒരു ഡസൻ പിന്നെ ഐഡിയാസ് എങ്കിൽ ഞാൻ ഓർമ്മയെന്ന് പറയുകയാണ്. അത് ഇന്നൊവേഷനിലേക്കും പേറ്റൻറ്റിലേക്കും പോകുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി. അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ്. രണ്ടാമത് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, പ്രൈമറി എഡ്യൂക്കേഷനിൽ ഏറ്റവും നമ്മൾ ഡിഫിക്കൽറ്റി കാണുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രൈമറി അല്ല സ്കൂൾ എഡ്യൂക്കേഷനിൽ മാത്തമാറ്റിക്സിലുള്ള ഒരു 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 പുറകോട്ട് വലി കേരളത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അനുവദിക്കരുത്. മറ്റ് സംസ്ഥാനങ്ങൾ വളരെ പിന്നാക്കം നിന്നിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ കേരളത്തിനെക്കാട്ടിലും കണക്കിലും ശാസ്ത്രത്തിലും മുൻപോട്ട് പോവുകയാണ്. ദിസ് ഡസൻ ഫോർബോർഡ് വെൽ ഫോർ ദ. അപ്പോൾ അങ്ങനെ ആ പശ്ചാത്തലത്തിൽ മഞ്ചാടി എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്സ് പ്രോഗ്രാം ഉണ്ട്. അതിപ്പോൾ യൂണിവേഴ്സലൈസ് ചെയ്ത് 1000 സ്കൂളിലേക്ക് തുടങ്ങാനായിട്ട് ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി സാറിൻ്റെ ഇതിലും അതുപോലെ ബഹുമാനപ്പെട്ട CM വളരെ താല്പര്യമെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ 1000 സ്കൂളിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ഈ 1000 സ്കൂളിൽ പിന്നെ എഡ്യൂക്കേഷനിൽ മാത്തമാറ്റിക്സിൻ്റെ എഡ്യൂക്കേഷനിൽ അതിൻ്റെ പെഡഗോഗിയിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ചേഞ്ച് വരികയാണ്.
അത് കണക്കിൽ. ഇനിയും ശാസ്ത്രം എടുക്കട്ടെ, മഴവില്ലെന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമുണ്ട്. അത് നമ്മൾ തുടങ്ങി. ഈ മഴവില്ല് മഞ്ചാടി അത്രയും മെച്ചുവർ ആയിട്ടില്ല. ഈ മഴവില്ലും മഞ്ചാടിയും നമ്മൾ ഇപ്പം ബഡ്ജറ്റിലേക്ക് എടുക്കുകയാണ്. അത് വളരുമ്പോൾ ഈ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ സയൻസിനും മാത്സിനും കൊടുക്കുന്ന ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടല്ലോ. അതായത് നമ്പേഴ്സ് ബൈ റോട്ട് എന്ന് പറയില്ല, ROTE എന്ന് പറയുമ്പോൾ അത് കാണാതെ പഠിച്ചിട്ടുള്ള ഒരു ഇതിൽ നിന്ന് നമ്പേഴ്സിൻ്റെ കൺസെപ്ച്വൽ ഗ്രാസ്പോട് കൂടി ഉള്ള ഒരു അപ്രോച്ചാണ്. അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ ഔട്ട്കം മെഷർമെൻറ്റ് നടത്തി നോക്കിയ കേസുകളിൽ അതിഭയങ്കര റിസൾട്ട്സാണ്. നമ്മൾ കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ 2001 AK ആന്റണി ഗവൺമെന്റിന്റെ സമയം ഇതേപോലെ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ മോഡേണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം MGP. അതിന്റെ ചുമതല AK ആന്റണി സാറിനെയാണ് അതിനെ ചൂസ് ചെയ്തതും നടപ്പിലാക്കാൻ എഫേർട്ട് എടുത്തതും ഒക്കെ. പക്ഷെ അത് പിന്നീട് ഒരുപാട് കോൺട്രവേഴ്സിയിലേക്ക് പോവുകയും ഗവൺമെന്റ് തന്നെ അതിനെ പതുക്കെ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തൊരു വലിയൊരു കാലഘട്ടമുണ്ട്. വലിയൊരു ഡിഫിക്കൽട്ട് കാലഘട്ടം, ചെറിയ കാലഘട്ടമല്ല. അതായത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു മോഡേണൈസിംഗ് ഗവൺമെൻറ്. ഈ മോഡേണൈസിംഗ് ഗവൺമെൻറ് പ്രോഗ്രാം അത് ചീഫ് സെക്രട്ടറീസ് പലരും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു, സെക്രട്ടറീസ് എല്ലാം നന്നായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ഒരുപാട് ഗ്രാസ് റൂട്ട് സപ്പോർട്ട് കിട്ടി നമ്മൾ വാർത്തെടുത്ത ഒരു പ്രോഗ്രാമാണ്. അതിൽ ഇപ്പം ഞാൻ പറയുന്ന ഈ അടുത്തിടയ്ക്ക് നിങ്ങളുടെയൊക്കെ മെമ്മറിയിൽ ഫ്രഷ് ആയിട്ടുള്ളൊരു കേസാണ് റൈറ്റ് ടു സർവീസ് ഡെലിവറി. ഈ റൈറ്റ് ടു സർവീസ് ഡെലിവറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 2001-2 ആ 2 മുതൽ താലോലിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ആശയമാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസെപ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അതിനുശേഷം വലിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി, ഒരു ആക്ടിന് ശേഷം IMG തന്നെ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടും റിപ്പോർട്ടുമൊക്കെ ആക്കി ഇപ്പോൾ ഒരു ആക്ട് ഉണ്ട്. ഈ ആക്ടിനെ പോലെ പല കാര്യങ്ങളും ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല. ഇന്ന് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇല്ലേ, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അന്ന് MGPയുടെ ഒരു ആക്റ്റായിരുന്നു. ഞങ്ങളത് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ADB ആണല്ലോ, ADBയും UK ഗവൺമെൻറ് DFID എന്ന് പറയും, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടർ. അപ്പോൾ അവർ ഈ ഫൈനാൻസ് ചെയ്ത് റോയൽ നെതർലൻഡ്സ് എംബസി ഉണ്ട്, ഡച്ച് ഗവൺമെൻറ്റും ഉണ്ട്, ഇത് ഫൈനാൻസ് ചെയ്ത് ഇത് ഒരു കണ്ടീഷനായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് AK സാറിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്ത് അത് ഉറപ്പിച്ചതാണ്. അത് ഉറപ്പിച്ച് കഴിഞ്ഞപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പേ പാസ്സാക്കാൻ ശ്രമിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെക്കാനിസം അന്നത്തെ MGP ആണെന്ന്. MGPയിൽ 243 അതുണ്ട്. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഗ്രാൻഡറായിട്ട് എടുക്കുന്ന പോലീസ് കോൺസ്റ്റബിൾസിൻ്റെ 8 മണിക്കൂർ ഡ്യൂട്ടി നമ്മൾ പറയുമല്ലോ. ഈ 8 മണിക്കൂർ ഡ്യൂട്ടി ഒരു വലിയ അതിശയമാണ്. പോലീസ് കോൺസ്റ്റബിൾസ് വന്നു കഴിഞ്ഞാൽ അവർ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം തീരുന്നവരെ, അല്ലെങ്കിൽ അവിടുത്തെ ട്രാഫിക് പ്രശ്നം തീരുന്നവരെയും ഇനോർഡിനേറ്റ്ലി ലോങ് അവേഴ്സ് നമ്മൾ പറയുമല്ലോ. പക്ഷേങ്കിൽ ആ 8 hour കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന ആ സമയത്താണ്. അന്ന് ജേക്കബ് സാറായിരുന്നു തോന്നുന്നു ആ സമയത്തെ പോലീസ് ചീഫ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ശൃംഖല, ഒരു നെറ്റ്, ഒരു ഗാർലൻഡ് ഓഫ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു അത്. പക്ഷേ അതിന് ഒരു പ്രശ്നം പറ്റി, എന്താ പറയുക, ഞാനതിന് പറയുന്ന ഒരു ജാതക ദോഷം എന്ന് പറയും. അതെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് പെർസീവ്ഡ് ടു ബി ആൻ ഔട്ട്കം ഓഫ് ADB കമ്പല്ലിങ് അസ് ടു ഡു സർട്ടൻ. അതൊരു പെർസെപ്ഷൻ ഇതായിരുന്നു. യഥാർത്ഥത്തിൽ ആ ലോൺ നെഗോഷിയേറ്റ് ചെയ്യുന്നത് AK സാറിൻ്റെ സമയത്തല്ല, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അത് EK നായനാറിൻ്റെ സമയത്ത് 1996-2001 ആയിരുന്നല്ലോ സാറിൻ്റെ പീരീഡ് അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് 99 നമ്മൾ ഓൾമോസ്റ്റ് ഈ ലോൺ ഇങ്ക് ചെയ്യാൻ പറ്റും. അത് ഗുജറാത്ത്, അന്ന് ഞാനൊരു വളരെ ജൂനിയർ സെക്രട്ടറി ആയിരുന്നു. അന്ന് വരദാരി സാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേരത്തെയുള്ള സീനിയേഴ്സ് ആയിരുന്നു ഫിനാൻസിലൊക്കെ ഇരുന്നത്. പിന്നെ വിനോദ് റായ് സാർ വന്നു. അപ്പോൾ ഈ 99 എന്നെ ഗവൺമെൻറ്, നയനാർ സാറിൻ്റെയും ശിവദാസ് മേനോൻ സാർ ധനകാര്യമന്ത്രിയായിട്ട് എന്നെ ഗുജറാത്തിൽ ഈ മോഡൽ പഠിക്കാനായിട്ട് വിട്ടു. അങ്ങനെ ഗുജറാത്ത് ഗവൺമെൻറ് ADB ആയിട്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ നമ്മൾ ഒരു ഫ്രെയിമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളീയ രീതിയിൽ ചെയ്തു. അതിനകത്ത് ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ജനകീയ ആസൂത്രണം നല്ല രീതിയിൽ വരുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ 10 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്തു.
പിന്നെ വില്ലേജ് ഓഫീസർ, ഹെൽത്ത് കെയർ, അംഗൻവാടി, എന്നിട്ട് അവിടെ ഓരോ കാര്യങ്ങളും ഇന്നോവേറ്റ് ചെയ്തിട്ട് മോസ്റ്റ് മോഡേൺ കെയർ എങ്ങനെ ചെയ്യാൻ പറ്റും. അതിൽ 10% ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് കേരള എടുത്തിട്ട് ഈ 10 വകുപ്പിലും നമ്മൾ മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി. ഇതെല്ലാം ഇതിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു അസാധ്യമായ വർക്കാണ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു ഹൈലി കൊളാബറേറ്റീവ് എക്സസൈസ് ആയിരുന്നു. എല്ലാവരും ത്രിൽഡായിരുന്നു. അതായത് പിന്നെ സംഘടന പൊളിറ്റിക്കൽ ലൈൻസ് നോക്കാതെ സംഘടനകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്, എനിക്കറിയാം IMGയിലൊക്കെ ആ സമയത്ത് കുറച്ച് നാൾ IMG ഡയറക്ടറായിരുന്നു ഞാൻ. ആ സമയത്ത് അവർ വന്ന് അകമൊഴിഞ്ഞ് അവർ പറയുകയാണ് അവരുടെ സ്കൂൾ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരുടെ അംഗൻവാടി, അതായിരുന്നു പെർസ്പെക്റ്റീവ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനിങ്ങനൊരു ഇത് പറ്റി. ആ സമയത്താണ് ഗ്രഹപ്പുഴയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ള പോക്രാൻ ബ്ലാസ്റ്റിന് ശേഷം ആ ന്യൂക്ലിയർ സാങ്ഷൻസ് വന്നത്. സാങ്ഷൻസ് വന്നപ്പം ഇതവിടെ നിന്നുപോയി. അങ്ങനെ ആദ്യം ഗുജറാത്തിന് അവർക്കിത് കൊടുത്തു. നമ്മളത് മത്സരിച്ച് രണ്ടാമതാക്കാൻ ശ്രമിച്ചു. ഓൾമോസ്റ്റ് വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഗ്രഹപ്പുഴയ്ക്ക് ഈ അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി മധ്യപ്രദേശ് കാഡറുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ സാധ്യതകൾ കണ്ടിട്ട് മധ്യപ്രദേശിനെ നമ്മുടെ മുമ്പിൽ ക്യൂയിൽ ഇറക്കി. അങ്ങനെ മധ്യപ്രദേശിന് ആ രണ്ടാമത്തെ ഊഴം കിട്ടി. മൂന്നാമത്തെ ചാൻസ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചാൻസ് കഴിഞ്ഞപ്പം 99 ഈ സാധനം, ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നു. അന്നത്തെ അമേരിക്കൻ ഗവൺമെൻറ് ബാൻ ചെയ്തു. വേൾഡ് ബാങ്കിൽ നിന്ന് ഫൈനാൻസിങ് ADB നിന്നും എല്ലാ മൾട്ടിനാഷണൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതൊക്കെ സ്ഥാപനമുണ്ടോ ആ സ്ഥാപനത്തിൽ നിന്ന് എല്ലാ ഫൈനാൻസിങ്ങും കൂടെ ഫ്രീസ് ചെയ്തു. അങ്ങനെ ഗ്രഹപ്പുഴയ്ക്ക് ഇത് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ശിവദാസ് മേനോൻ സാറ് ഹോട്ടൽ മസ്കട്ടിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു. അന്ന് അവിടെ വന്നത് AK ആൻ്റണി സാറ്, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച മുനീർ സാറ്, അങ്ങനെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് അന്ന് ഞാനാണ് അതിനെ സർവീസ് ചെയ്യുന്നത്. അന്ന് പിന്നെ ജൂനിയർ സെക്രട്ടറി ആയതുകൊണ്ട് അവർക്കവിടെ മെറ്റീരിയൽ കൊടുക്കുകയും അവരോട് അവരെ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ഏൽപ്പിച്ചെന്നുള്ളത് ഇവരെല്ലാം വന്നു. ഇവരെല്ലാം അന്ന് പറഞ്ഞത് ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ പാർട്ടീസും മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ശിവദാസ് മേനോൻ സാറിൻ്റെ അവതരിപ്പിച്ച ഈ ഒരു ഡോക്യുമെൻ്റ്, ആ ഒരു ബ്രീഫ് ഡോക്യുമെൻ്റ് അത് അപ്രൂവ് ചെയ്ത് അത് മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ് നമ്മുടെ. ഞാൻ പറഞ്ഞ ജാദവ് പെഷ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഈ പോക്രാൻ അതിനെ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു ADB ഇമ്പോസ്ഡ് സിസ്റ്റമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു. നമ്മൾ ഈ ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടാണോ ADB അപ്രോച്ച് ചെയ്യുന്നത്, അതോ ADB അല്ല, ADBയും ഈ റോയൽ നെതർലൻഡ്സ് എംബസി നമുക്ക് 6 മില്യൺ യൂറോ നമ്മുടെ പണം തരത്തില്ല, പക്ഷേ ബില്ല് അവർ പേ ചെയ്യും. അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഫ്രീഡം ടു ഹയർ ദ ബെസ്റ്റ് ഓഫ് കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബെസ്റ്റ് ഓഫ് കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത് മൊത്തം ട്രാക്കിലാക്കിയത്. അന്ന് ഇതിനെ ഏറ്റവും എതിർത്തത് VS ആയിരുന്നു. ADB ലോൺ അവെയിൽ ചെയ്യാൻ ആരൊക്കെ കൂടെ നിന്ന് അവരെയൊക്കെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞില്ല, ചെവിക്കുറ്റിക്ക് അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ VS പിന്നീട് അദ്ദേഹം CM ആവുകയും സാർ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന സമയത്താണ് സാറിന് സെബിയിലേക്കുള്ള അതിനെ VS പരമാവധി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും താങ്കളെ വിട്ടുകൊടുക്കില്ല എന്ന് കേന്ദ്രത്തോട് പറയുകയൊക്കെ ചെയ്ത് ആ ഒരു ഇക്വേഷനിൽ വന്ന ചേഞ്ച് ഒന്ന് പറയാം. അത് പിന്നെ ഈ അച്യുതൻ സാർ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്യുതൻ സാർ തന്നെ CM ആയി. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുകയല്ലേ. അപ്പോൾ ആ സമയത്താണ് എനിക്ക് എനിക്ക് NOC തന്നതാണ് സെബിയിൽ. ആക്ച്വലി ഇൻ്റർവ്യൂവിന് പോകാൻ NOC തന്നത്. അപ്പോൾ ഞാൻ NOC വാങ്ങിച്ച് ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് ഭാഗ്യവശാൽ സെലക്ഷനായി കഴിഞ്ഞിട്ട് അത് വലിയ ഹൈ പവർ കമ്മിറ്റിയാണ്, ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ വേണം അതിനകത്ത് ഇരിക്കാൻ. അങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ട് വന്നു. സെലക്ഷൻ ആയിക്കഴിഞ്ഞ് എന്നെ NOC തന്നതാണെന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് റിലീവ് ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട MA ബേബി സാർ അങ്ങനെ ഒരു പൊസിഷൻ എടുത്തപ്പം VS സാർ പറഞ്ഞു വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്ത് സെലക്ഷനും വരുന്നില്ല. വല്ലാത്തൊരു വിഷമമായി. അത് ശരിക്കും ഒരു വിഷമമായി. അപ്പം ഞാൻ പോയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ജോലി ശൈലിയും എൻ്റെ രീതികളുമൊക്കെ എനിക്ക് തോന്നുന്നു അച്യുതൻ സാറിനും കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലഘട്ടം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി പല പ്രാവശ്യം വീട്ടിൽ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത മിനിസ്റ്റേഴ്സൊന്നും ആ ക്യാബിനറ്റിലില്ല. എല്ലാവരും പറയുന്നത് എനിക്ക് സെലക്ഷൻ കിട്ടി, എന്നെ വിടണം, എൻ്റെ കരിയറാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. MA ബേബി സാർ ഒരു പൊസിഷൻ എടുത്തു. അത് ഞങ്ങൾക്ക്
എബ്രാമിനെ കൊണ്ട് കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കും. ഇപ്പോൾ VSRനെ പിന്നെ അത് റിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഇപ്പോൾ VSRൻ്റെ അടുത്ത് പോയി, അപ്പം VSR പറഞ്ഞു, ഞാൻ എന്നിട്ട് അവസാനം ഒരു വാചകം പറഞ്ഞു, അതിപ്പോഴും മനസ്സിലിങ്ങനെ തെളിഞ്ഞു കിടക്കുക, എല്ലാവരെയും സാറ് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം തീരെ ഈ എന്ന് പറയുക ഇമോഷണലായിട്ടുള്ള ഒരു ഇത് കാണിക്കാത്തൊരു വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സൈഡിലിരുന്നുകൊണ്ട് പറഞ്ഞു, എല്ലാവരെയും സാറ് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചേച്ച് പറഞ്ഞു, എല്ലാവരെയും വിടുന്നത് പോലെ അല്ലല്ലോ നിങ്ങളെ വിടുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഈ 43 വർഷം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിക്കഗ്നിഷനാണ്. സംബഡി ലൈക്ക് അച്യുതാനന്ദൻ സാർ, എന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ആളെ ചെവിക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ ആൾ എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് ഷീല തോമസ് മാഡം ആയിരുന്നു. അപ്പോൾ ഷീല തോമസ് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വയ്യ മാഡത്തിന് ഈ ഒരു കാഴ്ച കണ്ടിട്ട്. അതായത് ഇത്രയും നാളത്തെ പരിചയത്തിൽ VS അങ്ങനെ ഒരു അദ്ദേഹം അങ്ങനെ ഒരു ഇമോഷണലായിട്ടൊരു ഇത്, അപ്പോൾ എൻ്റെ കൈക്കൂടി എല്ലാവരെയും വിടുന്ന പോലല്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാം. പക്ഷെ അത് തിരിഞ്ഞു നോക്കുമ്പം ഒരുപാട് ഞങ്ങൾ പഠിച്ചെങ്കിലും ഞാൻ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. വിജയാനന്ദ് സാറ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ രാജൻ ഗോബ്രഗഡെ, രാജീവ്, ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിച്ചു. അതായത് അതിൻ്റെ ആ കോൺസെപ്ച്വലൈസേഷൻ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു എക്സ്പീരിയൻസ് എന്നൊരു കാര്യം. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്തൊരു നിരാശയുണ്ട്. ഐ തിങ്ക് വി ലോസ്റ്റ് അബൌട്ട് 10 years. നമ്മൾ ഒരു 10-15 വർഷം മുമ്പേ നമ്മൾ എവിടെ നിൽക്കണമായിരുന്നോ അവിടെ. ഇപ്പോൾ റൈറ്റ് ടു സർവീസ് ഡെലിവറി എനിക്ക് തോന്നുന്നത് 2005 വരേണ്ട ഒരു കാര്യം വന്നു, ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോയില്ല. അങ്ങനെ ഓരോ കാര്യവും എടുത്ത് നോക്കുമ്പം ഈ ഇനീഷ്യേറ്റീവ്സ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു നിരാശ ഈ MGPയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ എവറിത്തിങ് ആസ് ഇറ്റ്സ് ടൈം എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ. അതിപ്പം ബ്ലോസം ചെയ്ത് നല്ല രീതിയിൽ അന്ന് ഈ കിഫ്ബി എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനകത്തും ഉണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആം ഗവൺമെൻറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആം ഉണ്ടാക്കണമെന്നുള്ളത് അന്ന് എഴുതിയിരുന്നു. 243 കോൺസെപ്റ്റ് പേപ്പേഴ്സിൽ 1-2 അതിനെ ഡിവോട്ട് ചെയ്തായിരുന്നു. അതിനകത്ത് ഫിനാൻഷ്യൽ റിഫോം ഉണ്ടായിരുന്നു, ഫിസിക്കൽ ബഡ്ജറ്റ് റിഫോം ഉണ്ടായിരുന്നു, ഈ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു വലിയ റിച്ച് കോമ്പൻഡിയം ഓഫ് ഇതായിരുന്നു. പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷനിൽ കുറച്ച് നിരാശ. ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്തു. ഒഫീഷ്യലി വൈൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറി അതിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഞാനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി MGP എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അത് മാത്രമല്ലായിരുന്നു, അന്ന് ഞാൻ സെക്രട്ടറി പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കളർ വന്നതിന് ശേഷം, അച്യുതാനന്ദൻ സാർ വന്നതിന് ശേഷം അത് ഫോർമലായിട്ട് അത് വൈൻഡപ്പ് ചെയ്തു. ഈ സെബിയുടെ കാര്യം പറഞ്ഞപ്പോൾ, സെബിയിലാണല്ലോ താങ്കളുടെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ടെന്യൂർ സെബിയിലാണ്. സെബി താങ്കൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ നേടിത്തന്നു, ഒരുപാട് ശത്രുക്കളെ നേടുന്നു. മോസ്റ്റ് പവർഫുൾ എനിമി. പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയ ഒരാളുടെ ശത്രുത സമ്പാദിക്കാൻ അത്ര നിസ്സാരമായ കാര്യമല്ലോ. അടപ്പിച്ചു. പക്ഷെ അത് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയില്ല. അതിൽ ആക്ച്വലി ഡിസ്ബേഴ്സ്മെന്റ് വളരെ കുറവാണ്. അതിനകത്ത് ഒരു കാരണം ഇപ്പോൾ കോടതി എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ അത് അതിൻ്റെ റീസൺസിലേക്ക് നമ്മൾ പോകാനായിട്ട് ടു ഏർലി ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് അതിനകത്ത് ഒരുപാട് ബെനാമി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കൊന്ന് രാജേഷിന് അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അവരുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു 2 കോടി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ 2 കോടി ഇൻവെസ്റ്റേഴ്സ് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി. ഈ 2 കോടി ഇൻവെസ്റ്റേഴ്സ് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണോ? അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ വലിയൊരു വിഭാഗം ബെനാമിയാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മണി ഇൻ സർക്കുലേഷൻ വേണം അതിനെ വിളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ സഹാറ കേസ് തന്നെയായിരുന്നു. അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ജഡ്ജ്മെൻറ്റ് എഴുതുമ്പം മെമ്പറാണല്ലോ, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്. മെമ്പർ ജഡ്ജ്മെൻറ്റ് എഴുതിയപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനകത്ത് അന്ന് ചെയ്തിരുന്നു, ഞാനൊരു കാര്യം ചെയ്തിരുന്നു. എൻ്റെ ഒരു ടീമിനെ വിട്ടിട്ട് ബോംബെയിലെ ഒരു 4-5 കേസുകൾ നോക്കി, 4 കേസെന്ന് എൻ്റെ ഓർമ്മ, 4 കേസ് നോക്കിയിട്ട് ഇത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ, ഇവർ തന്ന ലിസ്റ്റ്. അപ്പോൾ ഇവർ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ട പേര് കല്യാണി എന്നുള്ള പേരാണ്. അപ്പം ഒരു 5 ലക്ഷം കല്യാണിയുണ്ട് ഈ 2 ഇതിനകത്ത്. അങ്ങനെ എല്ലാവരുടെയും പേര് കല്യാണി, അത് സൺ ഓഫോ ഡോട്ടർ ഓഫോ ഒന്നുമില്ല, കല്യാണി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് നോക്കുമ്പോൾ ഒന്നുമില്ല.
കല്യാണി സൂറത്കൽ, ഇങ്ങനെ ആയിരിക്കും ഇത്, അല്ലെ കല്യാണി രാജ്കോട്ട്, ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പം അവരുടെ വക്കീലൊന്ന് പറയുന്നത്, അത് എന്നോട് പറയാണ്, കോടതി വളരെ രസകരമായിട്ട് തോന്നിയെന്ന് എന്നോട് പറയാണ്, അത് നമ്മൾ അർബൻ സെറ്റിങ്സിൽ മതി ഈ അഡ്രസ്സൊക്കെ. സൂറത്ത് കല്ലിൽ പോയി കല്യാണി എന്ന് ചോദിച്ചാൽ കല്യാണി അവർ കാണിച്ചു തന്നോളൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അഡ്രസ്സൊന്നും വാങ്ങിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം ബെനാമിയാന്ന് ഓർക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ 4 കേസിൽ പോയപ്പം 2 കേസ് അങ്ങനെ അഡ്രസ്സേ ഇല്ല. 2 കേസ് അഡ്രസ്സുണ്ട്, പക്ഷേ അവരുടെ പേരിൽ ഇങ്ങനെ പണം ഉള്ളതായിട്ട് ഇട്ടതായിട്ടോ അവർക്കറിയത്തില്ല. ഏതോ ഒരു കേസിലോ മറ്റോ പറഞ്ഞു ആ പണം ഇട്ടത് ആരെങ്കിലും കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര അധികം ബ്ലാക്ക് മണി സർക്കുലേഷനിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ആണല്ലോ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആക്ച്വലി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അതിൽ കുറേ കൂടെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റും ടാക്സ് മിഷണറിയും എല്ലാവരും അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് അതിൻ്റെ സോഴ്സസിലേക്ക് നന്നായിട്ട് പോയിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് എക്കോണമിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാൻ ഈ 4 കേസസ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം അത് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അവർ പോയി. ഞങ്ങളുടെ സെബിയിൽ കഴിഞ്ഞാൽ അപ്പലേറ്റ് ട്രൈബ്യൂണലാണ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതൊരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ് അതിൻ്റെ ചെയർമാൻ നിയമം അനുസരിച്ച്. അപ്പം അവരത് നോക്കിയിട്ട് പറഞ്ഞു, ഞാനത് 4 വിട്ടതും അവരോട് പറയാതെ വിട്ടതും ശരിയായില്ല എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു. അങ്ങനെ അത് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെത് അപ്രൂവ് ചെയ്തു, എൻ്റെ ജഡ്ജ്മെൻറ്റ് അപ്രൂവ് ചെയ്തു. അപ്പം എൻ്റെ ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തു. സെബിയിൽ എടുക്കുന്നതിന് ജഡ്ജ്മെൻ്റ് എന്നല്ല വിളിക്കുന്നത്, ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തു. അത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഈ മെമ്പറിൻ്റെ ലെവലിൽ ഈ 4 പേരെ കണ്ടുപിടിക്കാൻ അവരെ അറിയിക്കാതെ പോയതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല, അതും ഞങ്ങൾ അപ്ഹോൾഡ് ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റായിട്ട് ഓർഡർ റിസ്റ്റോർ ചെയ്തു. അത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മനസ്സിലായി. അത്ര പക്ഷേ അത് ഫോളോ അപ്പ് ആവശ്യത്തിന് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഡിസ്ബേഴ്സൽസ് നടന്നിട്ടില്ല. ഡിസ്ബേഴ്സൽ നടക്കാത്തത് ആളുകൾ ക്ലെയിം ചെയ്താൽ ഇപ്പം പണം കിട്ടും. ഇപ്പം ഞാൻ അതിനകത്ത് പണം ഇട്ടിരുന്നു എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ പണം കിട്ടും. പണം സെബിയുടെ കയ്യിൽ മാറ്റി തന്നെ വെച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ആളില്ല വന്നിട്ട് ഇത് രൂപ എടുക്കാനായിട്ട്. സഹാറ കേസിലാണ് ഏറ്റവും കൂടുതൽ ഫൈൻ ഗവൺമെന്റിന് കിട്ടിയതെന്ന് കേട്ടിട്ടുണ്ട്. 24,000 ആണ് എല്ലാം കൂടെ ഗവൺമെന്റിന് ഫൈനായി കിട്ടിയത്. ഫൈനായിട്ട് നമ്മൾ ഓർഡർ ഇട്ടത് 24,000 ആണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അതിലേണ്ട 10,000ഓളം റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സഹാറയ്ക്ക് അത് മൊത്തം അടച്ചു തീർക്കാൻ. അതാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ കേസ് അത്ര കണ്ട് ഫോളോ അപ്പ് ചെയ്തില്ല. പക്ഷെ ഒരു റിഗ്രറ്റ് എനിക്കുള്ളത്, ഗവൺമെൻറ് മെഷീനറിക്ക്, അത് പബ്ലിക് സിസ്റ്റത്തിന് അത് കുറേ കൂടെ ഡീപ്പായിട്ട് പ്രോബ് ചെയ്തിരുന്നെങ്കിൽ പല അണ്ടർലൈങ് ആയിട്ടുള്ള വീക്ക്നെസ്സസും കൂടെ നമുക്ക് അന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സിസ്റ്റമിക് വീക്ക്നെസ്സസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നിപ്പം നമുക്ക് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ എ ടോക്കിംഗ് കോൺവെർസേഷണൽ ഐറ്റം. പക്ഷേ ഹൗ ഡസ് ബ്ലാക്ക് മണി കം, വേർ ഡസ് ഇറ്റ് ഗോ എന്ന് അന്ന് ഒരു സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ടൈപ്പ് ഫോംസ് ഓഫ് കറപ്ഷൻ ഇൻക്ലൂഡിങ് ബ്യൂറോക്രാറ്റിക്, പിന്നെ കൺട്രാക്ച്വൽ, പൊളിറ്റിക്കൽ കറപ്ഷൻ, ഒരു വലിയൊരു അറുതി വരെ അങ്ങനൊരു ചെറിയൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ ദോ വി ആർ ഓൾ ഹാപ്പി അബൌട്ട് ദി ഓർഡർ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇങ്ങനൊരു കുടാബീണ്ടെന്നുള്ളതാണ്. ഒമിതാ പോളിനെതിരേക്ക് നടപടി വരുന്ന സമയത്തുള്ള പ്രണാബുമായിട്ടുള്ളൊരു കൺഫ്രണ്ടേഷൻ എന്താണെന്നൂടെ പറയാം. എങ്ങനെയായിരുന്നു? You are making me go back into a lot of my buried past. അതുകൊണ്ട് അദ്ദേഹം ഞാൻ പറയുന്നത് ശരിയല്ല, അദ്ദേഹം ഇന്നില്ല നമ്മുടെ കൂട്ടത്തിൽ. ഈസ് നോ മോർ ദെയർ. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് വാസ്, ഞാനൊരു സെൻറ്റൻസിൽ ഞാനത് പറയാം, ഐ ഫെൽറ്റ് ദാറ്റ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് സെബി വാസ് ബീങ് കോംപ്രമൈസ്ഡ് to an extraordinarily extraordinary degree. അത് ഒരു പബ്ലിക് സിസ്റ്റത്തിന് നല്ലതല്ല എന്ന് ഒരു തോന്നലുണ്ടായി. ആ തോന്നലിൽ നിന്നാണ് ആ ഒരു പൊസിഷൻ പോയിന്റ് റേസ് ചെയ്യുകയും ആ പോയിന്റ് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററിന് കത്തയക്കുകയൊക്കെ ചെയ്യാനുള്ള കാരണം നമ്മൾ കത്തയക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണമല്ലോ. നമ്മളുടെ മിനിസ്റ്ററാണെന്ന് ഓർക്കണം, സെബിയുടെ മിനിസ്റ്ററാണ് പ്രണാബ് മുഖർജി. അപ്പം ഒരു ആഗണൈസിങ് മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ കത്തയക്കണോ അയക്കണ്ടേ, അയച്ചില്ലെങ്കിൽ എനിക്ക് റെമഡി എന്തുവാ? ഞാനിത് കാണുന്ന ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ദ സിസ്റ്റം ഇസ് കോംപ്രമൈസ്ഡ്. ആൻഡ് ഇഫ് ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ദ സിസ്റ്റം ഇസ് കോംപ്രമൈസ്ഡ്, വാട്ട് ഡു ഐ ഡു? ടു ഹൂം ഡു ഐ ഗോ? ആൻഡ് ഞാൻ പറയേണ്ട എല്ലാ ലെവൽസിലും ഇത് എത്തിച്ചു. അവർ ഹെൽപ്ലെസ് അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ? ആർക്കും അന്ന് എനിക്ക്
ഉള്ള ഹൈൻസൈറ്റിൽ ഉള്ള ഇത് പറയാണ്, നോബഡി കുഡ് ആക്ച്വലി റിയാക്ട് ഓർ എഫക്റ്റീവ്ലി ഇൻ്റർവീൻ ഇൻ എ പോസിബിൾ ഇറോഷൻ ഓഫ് ദിസ് തിങ്. അങ്ങനെയാണ് കത്തയക്കേണ്ടി വന്നത്. കത്തയച്ചു വന്നപ്പം അതൊരു ഡിസിപ്ലിനറി ആക്ഷനിലേക്കും പോയി. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് പോയി. പക്ഷേ അവിടെ അവസാനം അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് സാറിനോട് എത്തിയപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എഴുതിയ വാചകം, ദർ ഇസ് നത്തിങ് അൺലോഫുൾ അബൌട്ട് ആൻ ഓഫീസർ റൈറ്റിംഗ് ടു ദി പ്രൈം മിനിസ്റ്റർ എന്ന് ഫൈനലി എഴുതിയിട്ടാണ് അത് ക്ലോസ് ചെയ്തതെന്നാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർ പറയുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രൊവിഡൻഷ്യൽ ഇൻ്റർവെൻഷൻ ആയിരുന്നു ആ സമയത്ത്. പ്രോട്ടോകോൾ ബൈപാസ് ചെയ്തു എന്നുള്ളതാണ്. അതെ, പക്ഷെ അവിടാണ് ആ ട്രിക്കി സിറ്റുവേഷൻ വരുന്നത്. I can't go and talk to a minister in which I am. Yeah, I understood, but ഇങ്ങനൊരു കറപ്ഷൻ കണ്ടെത്തുമ്പോൾ, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇറഗുലാരിറ്റി കണ്ടെത്തുമ്പോൾ naturally you should first approach the minister. But yes, from the commonsensical point of view, what you're saying is right. But put yourself in my position and think about it. I'm 100% sure you wouldn't have done it, given the situation. But yes, proprietary would have demanded that I think. But അത് അങ്ങനെ അത്ര ഒരു സാഹചര്യം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരത്തില്ലായിരുന്നല്ലോ. ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്ന എവല്യൂഷൻ നോക്കുമ്പം ഇറ്റ് ഈസ് ബിക്കോസ് യുവർ വിസിൽ ബ്ലോയിങ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. ബട്ട് ഐ ആം സെയിങ് എനിവേ ഇറ്റ്സ് ഓൾ പാസ്റ്റ് അസ് നൗ. പ്രണബിനെ ചൊടിപ്പിച്ചത് എന്താണ്? താങ്കൾ ഡയറക്റ്റായിട്ട് PMOയിൽ പോയി എന്നുള്ളതാണോ അതോ ഈ ഉമിതാപ്പോൾ ആണ് ടാർഗറ്റ് എന്നുള്ളത്? വളരെ വളരെ എന്താ പറയുക, വളരെ കോൺട്രവേഴ്സ്യൽ ഏരിയയിലേക്ക് ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് ഐ തിങ്ക് വി വിൽ റിസർവ് ഇറ്റ് ഫോർ എ പ്രൈവറ്റ് കോൺവെർസേഷൻ. കണക്റ്റഡായി ചോദിക്കാണ്, മൻമോഹൻ സിംഗിന്റെ വളരെ ട്രസ്റ്റഡ് ഓഫീഷ്യൽസിൽ ഒരാളായിരുന്നു താങ്കൾ. വളരെ അടുപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് താങ്കളുമായിട്ട്? ഇല്ല, അങ്ങനെയല്ല. നമ്മളെക്കുറിച്ചൊക്കെ ഉള്ള ഫീഡ്ബാക്ക് അവിടെ പോത്തതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് പോയി. എനിക്ക് അവിടെ ഈ ഒരു കേസ് വന്നപ്പം ഞാൻ ഈ കത്തിനകത്ത് എൻ്റെ മൈ സെക്യൂരിറ്റി ഈസ് കോംപ്രമൈസ്ഡ് ആയേക്കും എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് അദ്ദേഹം തന്നെ ഈ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു IG of പോലീസ്, അവിടെയുള്ള IGF PM-ൻ്റെ അവിടെ നിന്ന് IG of പോലീസ്. ആൻഡ് ഐ വാസ് അണ്ടർ പോലീസ് പ്രൊട്ടക്ഷൻ ഫോർ സം ടൈം. പക്ഷേ പിന്നെ അതൊരു വയബിൾ ഫോം ഓഫ് ലിവിങ് അല്ലല്ലോ നമ്മളുടെ. അപ്പം സോ ഐ ഗേവ് ഇറ്റ് അപ്പ് ആൻഡ് ഐ സെഡ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഐ സോർട്ട് ഓഫ് റിയലി തിങ്ക്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആക്ച്വലി അതിൽ കൂടുതൽ ക്ലോസ്നെസ് ഒന്നും അദ്ദേഹമായിട്ട് ഉണ്ടായിട്ടില്ല. ഈ ഡിസ്പ്രൊപ്പോർഷൻ ആയിട്ടുള്ള അസറ്റിന്റെ കേസിൽ വിജിലൻസിന്റെ അന്ന് ചീഫായിരുന്ന ജേക്കബ് തോമസ് റെയ്ഡ് നടത്തുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ടു വാട്ട് എക്സ്റ്റെന്റ് യു ക്യാൻ റിവീൽ, യു ക്യാൻ ഓപ്പൺ അപ്പ്. അസംബ്ലിയിൽ രണ്ടുപേരെന്നെ ഡിഫെൻഡ് ചെയ്തു. ഒന്ന് നമ്മുടെ CM ആയിരുന്നു, വേറൊന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് അത് ആ ക്വസ്റ്റ്യൻ അവിടെ അസംബ്ലി റേസ് ചെയ്തു. ആ കോൺവെർസേഷൻസ് എടുത്താൽ അത് ഈ പറയുന്ന കണക്ക് എനിക്ക് ലഭിച്ചൊരു വലിയൊരു, അപ്പം ഉമ്മൻചാണ്ടി സാർ അത് റേസ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥനെക്കുറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്, അതേ അഭിപ്രായമാണ് ഞങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് സെക്രട്ടറി ആണെന്ന് ഓർക്കണം. അറിയത്തില്ല, ഞാൻ ഒരു കാലത്ത് എൻ്റെ ഒരു കാലത്ത് പിന്നെ അദ്ദേഹം എന്നെ ഒരു സുഹൃത്തായിട്ടാണ് കരുതിയിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ അധികം പ്രാവശ്യം മുറിയിൽ എൻ്റെ ഓഫീസിൽ വരികയും അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ സംഭാഷണമൊക്കെ ചെയ്തു പോവുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ റെയ്ഡ് നടത്തിയപ്പം അതിനകത്ത് ഒരു വിഷമം പിൽക്കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുള്ളത്, ഒരു 4 വീടപ്പുറം അദ്ദേഹത്തിൻ്റെ അതേ വീട് അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ ഓഫീസേഴ്സ് താമസിക്കുന്ന കോളനിയിൽ ഞാനൊരു വീട്ടിൽ താമസിക്കുന്നു. അതേ ഡയമെൻഷനിലും അതേ ലൊക്കേഷനിലും തന്നെ 4 വീടപ്പുറം അദ്ദേഹത്തിന് വീടുണ്ട്. അപ്പം ഒരു റെയ്ഡ് ചെയ്താൽ മാത്രം ഒരു വിഷയം ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ മാത്രമല്ല, ഈ റെയ്ഡ് ഒരു വീട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവെടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ മാപ്പും അതിൻ്റെ പിന്നെ ഡ്രോയിങ്സും ഒക്കെ മുനിസിപ്പാലിറ്റിയോട് ചോദിച്ചാൽ, വിജിലൻസ് ചോദിച്ചാൽ നിങ്ങൾ ആ വീടിൻ്റെ ഇതൊന്ന് തരണം എന്ന് പറഞ്ഞാൽ അവരപ്പോഴേ തരത്തില്ലേ. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഒരു വളരെ രസകരമായിട്ടൊരു സംഭവം എൻ്റെ
ഞങ്ങൾ പറഞ്ഞ് സമാധാനിക്കുന്നത് വീട്ടിൽ ഈ പോലീസുകാരിത് അളക്കാൻ വന്നു. അപ്പോൾ അളക്കാൻ വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, പുള്ളിക്കാരത്തി പറഞ്ഞു, അപ്പം ഞാനില്ല, ഞാൻ ഓഫീസിൽ ഇരിക്കും. അപ്പം ഞാൻ അവിടെ പോയതുമില്ല, ഈ റെയ്ഡ് നടന്ന് അത് കഴിഞ്ഞിട്ട് അപ്പം അവരൊറ്റയ്ക്കത് ഹാൻഡിൽ ചെയ്തു. അതൊക്കെ ട്രോമാറ്റിക്കാണ് കേട്ടോ, വലിയ ട്രോമാറ്റിക്കാണ്. ഒരു 8-10 പോലീസുകാർ, പിന്നെ യൂണിഫോമിലല്ലാത്ത പോലീസുകാർ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഇടിച്ചു കയറി, അത് പോയിട്ട് ഒരു ടേപ്പ് എടുത്തുകൊണ്ട് അവിടെ എല്ലാം. അപ്പോൾ എന്നോട് ഭാര്യയോട് ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 1200 പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം അളന്നിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു 1200 ഇല്ല മാഡം, 1100 ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞങ്ങൾ എപ്പോഴും ഓർത്ത് ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ മാപ്പും ഒക്കെ സൊസൈറ്റിയിലുണ്ട്. ഇതൊരു സൊസൈറ്റിയാണ്. ഇപ്പോൾ സൊസൈറ്റി സെക്രട്ടറിയെ വിളിച്ചിട്ട് ഈ കോളനിയുടെ മാപ്പ് തരണമെന്ന് പറഞ്ഞാൽ അതിൽ അളവോടെ നിന്നില്ലേ, ഇല്ലേ? ഷോയുടെ ആവശ്യമില്ല. പബ്ലിക് ഷോ ആയിരുന്നു അന്ന്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയയ്ക്ക് നേരത്തെ തന്നെ ഇൻഫർമേഷൻ പോയിരുന്നു. മീഡിയ അവിടെ TV അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ റെഡിയായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനൊരു പബ്ലിക് ഷോ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ കമ്മ്യൂണിറ്റി മുഴുവൻ താങ്കളുടെ കൂടെ നിന്നു തോന്നുന്നു ആ സമയത്ത്. എൻ്റെ എല്ലാ വിഷയങ്ങളും വന്നപ്പോഴും, ഇപ്പം ഈയിടയ്ക്ക് എന്നെതിരെ വന്ന വിധിയിൽ പോലും IAS ഒരു ഫ്രറ്റേണിറ്റി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഒരു സിമ്പതറ്റിക്കും സപ്പോർട്ടുമായിട്ടുള്ള ഒരു റോളേ ഉണ്ടായിട്ടുള്ളൂ. ചിലർക്കൊക്കെ അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് അവർ തോന്നി. അവർ പറഞ്ഞു ഇങ്ങനെ എന്നോട് കൂടുതൽ വാത്സല്യമുള്ളവർക്ക്, ഞാനിപ്പം ഇത്രയും പ്രായമായിട്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പല തലമുറകളും ഞാനുമായിട്ട് ഇടപഴകിയിട്ടുള്ളവരായതുകൊണ്ട് അതിൽ ചിലരൊക്കെങ്കിലും വളരെ വേദനയോട് റിയാക്ട് ചെയ്തവരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു അഡ്വേഴ്സായിട്ടൊരു ഒബ്സർവേഷനോ ഒരു മലീഷ്യസ് ആയിട്ടൊരു ഒബ്സർവേഷനോ പറഞ്ഞിട്ട് അതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. ഇതിന്റെ തുടർച്ചയായിട്ടാണോ അന്ന് IAS കമ്മ്യൂണിറ്റി മുഴുവൻ ഒരു ദിവസം ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ശാസിക്കുകയൊക്കെ ചെയ്തു? ശാസിച്ചെന്നുള്ളതല്ല, അത് കാരണം ഒരു അൺയൂഷ്വൽ ഇതായിപ്പോയി എന്നുള്ള പറഞ്ഞത് സൂപ്പർ മുഖ്യമന്ത്രി ആകുന്നു എന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു അത്രയ്ക്കും ആ ഒരു ആംഗ്വിഷ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ആംഗ്വിഷ് കൂടിയിരുന്നുകൊണ്ടല്ല. അതില് ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്ന IAS കമ്മ്യൂണിറ്റിക്കകത്ത് എന്താ സംഭവിച്ചത്? ഇല്ല, IAS കമ്മ്യൂണിറ്റി ഒരു സ്പോണ്ടേനിയസ് ആംഗ്വിഷാണ്. നമ്മൾ ഈ ചില പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള 10 പേര് കൂടുന്നു, സഡൻ പ്രൊട്ടസ്റ്റ് ഇല്ലേ, ഈ പറഞ്ഞ ഫ്ലാഷ് വേവ്സ് വരുമല്ലോ, അങ്ങനെ വന്നതല്ല. അതൊരു ഓർഗനൈസ്ഡ് ഒന്നും അല്ലായിരുന്നു. അത് പൊതുവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് ഇതിനൊരു അറുതി വരുന്നത് എന്നുള്ള എന്താ പറയുക, ഒരു ആംഗ്വിഷും ഒരു റൈറ്റിയസ് ഇൻഡിഗ്നേഷൻ വരുന്നത് അതിൽ നിന്ന് വന്നതല്ല. അതൊരു ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് എന്നാൽ നമുക്ക് സമരം വരുന്ന കളയാം, അങ്ങനെയൊന്നും അല്ലായിരുന്നു. കണ്ടിട്ടില്ല, പിന്നെ അതിനുശേഷം മീറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 4 മുഖ്യമന്ത്രിമാരുടെ പേരുകൾ നമ്മൾ ഈ സംസാരത്തിനിടയിൽ വന്നു. ആന്റണി ആണെങ്കിലും, അച്യുതാനന്ദൻ ആണെങ്കിലും, ഉമ്മൻചാണ്ടി ആണെങ്കിലും, പിണറായി വിജയൻ ആണെങ്കിലും, ഈ 4 പേരും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളെല്ലാം ഏൽപ്പിക്കുന്ന ഒരു ട്രസ്റ്റഡ് ഒഫീഷ്യൽ ആണ്. താങ്കളുടെ USP എന്താണ്? ഒരു വലിയ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനല്ല, എനിക്ക് മാത്രമല്ല ഈ ചലഞ്ചിങ് റോൾസ്. ഈ 4 പേരുടെയും വിശ്വസ്തനാവുന്നവർ റയറാണ്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്, ഞാൻ മാത്രമല്ല കേട്ടോ. അതൊരു റോങ് ആയിട്ടുള്ളൊരു നോഷനാണ്. ഏൽപ്പിക്കുമ്പം ഞാനും ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരാളാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷെങ്കിൽ എടുക്കുന്ന ജോലിയോട് കുറച്ച് നീതി പുലർത്താൻ ശ്രമിക്കുന്നുള്ളത് കൊണ്ടൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഞാൻ സ്വയം ആട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറല്ല. തരുന്നൊരു ജോലി, ഇപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചു, അത് നല്ലതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചിലപ്പം ശ്രമം വിജയിക്കും, ചിലപ്പം ശ്രമം പരാജയപ്പെടും. പക്ഷെ തരുന്ന ജോലി അങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതായിരിക്കണം തോന്നുന്നു. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു USP ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവകാശപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫ്രീ ബീസിന് സമാനമായ തരത്തിൽ ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കുക, ഒരുപാട് അതല്ല, ഞാൻ ഒരു കാര്യം, ഞാൻ അതിനോടൊരു ആദ്യം ആ ഫ്രീ ബീസ് എന്നുള്ളതിനോട് ഞാനൊരു വിയോജിപ്പ് പറയട്ടെ. എൻ്റെ വിശ്വാസം, നമ്മളിപ്പോൾ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ്, മോഡൽ ഓഫ് ഹാപ്പിനെസ് ഇല്ലേ, ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും കൂടി നിൽക്കുന്ന സ്ഥലം, ഈ ഒരു വാക്ക് അവിടുത്തെ കോണ്ടെക്സ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രീ ബീസ് അല്ലേ അവർ മൊത്തം കൊടുക്കുന്നത്.
അപ്പോൾ ഫ്രീ ബീസ് കൊടുക്കുന്നതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈയിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ കണ്ടുമുട്ടാറുള്ള ഒരു വഴിയരിവിൽ ഒരു 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 യാചിക്കുന്ന അല്ലെങ്കിൽ പണം ആവശ്യപ്പെടുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ അവർ ഡയാലിസിസിന് പോകാനായിട്ട് പോവുക. ഇന്നലെ ഇപ്പോൾ അഡ്മിറ്റഡായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അപ്പം ഞാൻ ആരാന്നൊന്നും അവർക്കറിയത്തില്ല, ഇങ്ങനെ സർക്കാരിൽ വർക്ക് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ കേൾക്കുന്നു 1600 രൂപ കൂട്ടാൻ പോവുകയാണെന്ന്. ഈ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം 2000 രൂപ ആണെന്ന് ഇപ്പം കേട്ടു. അവർക്ക് പത്രമൊന്നും വായിക്കാൻ അത്ര അറിവുള്ളതല്ല. അതിന് ശേഷമാണ് ഞാൻ സർജറിക്ക് പോകാൻ പോണത് പറയുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫ്രീ ബി എന്ന് വിളിച്ചിട്ട് അതിനെ ഞാൻ ഫ്രീ ബി അതിനല്ല ഉദ്ദേശിച്ചത്. പറഞ്ഞ ഈ 31 ലക്ഷം വനിതകൾക്ക് ഇത് കൊടുക്കുകയാണ്, പെൻഷൻ കൊടുക്കുകയാണ് 35-60 വയസ്സിനിടയിൽ. അപ്പൊ അതിനേക്ക് ഗവൺമെന്റ് എന്ത് പറഞ്ഞാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ബട്ട് നമ്മൾ ഫൈനലി പറഞ്ഞ് നമ്മൾ ഒരു ഏറ്റവും കൂടുതലായിട്ട് എക്കണോമിയിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള റോൾ അവരുടെ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുന്ന കാര്യം മുതലെല്ലാം നമ്മൾ അവരുടെ കയ്യിലല്ലേ 1000 റുപ്പീസ് വെച്ച് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലായില്ലേ? അതിന് നമുക്ക് അങ്ങനെ ഫ്രീ ബി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അതിനെ ചെറുതായിട്ട് കാണാം. പക്ഷെ അത് ഫ്രീ ബി അല്ല. അത് ഞാൻ നോക്കുന്നത് അതൊരു എക്കണോമിക് എംപവർമെൻറ്റ് ഓഫ് ദാറ്റ് ഫാമിലിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ആൾക്കാർ പറയും ഈ 1000 രൂപ അവിടുത്തെ പുരുഷന് കൊടുത്തിരുന്നെങ്കിൽ അത് എത്രമാത്രം വീട്ടിലേക്ക് യൂട്ടിലൈസ്ഡ് ആവുമോ അതിനേക്കാട്ടിലും കൂടുതൽ ഈ ഒരു കാരണം ആ അമ്മ അല്ലെങ്കിൽ ആ സഹോദരി ആ 1000 രൂപ എടുത്തിട്ട് ഷീ വിൽ സ്പെൻഡ് ഇറ്റ് വൈസ്ലി ഓൺ ഹെർ, ദ ഫാമിലി ആൻഡ് ദ ചിൽഡ്രൻ. സാർ, ഈ സിവിൽ സർവീസസിന്റെ ഒരു 3 പില്ലറായിട്ട് ഇന്റഗ്രിറ്റി, അനോണിമിറ്റി, ന്യൂട്രാലിറ്റി. അതെ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ള കേഡറിലുള്ള പല ഓഫീസേഴ്സിനെ നോക്കിയാൽ അവർ പലരും സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആണ്. ഈ അനോണിമിറ്റി എന്നുള്ളത് ഒരു കേട്ടിട്ടേ ഉള്ളതായിട്ട് തോന്നാറില്ല. ശരിയാ പറഞ്ഞത്. ഇതിനകത്ത് ഒരു ചെറിയ പ്രവണത വരുന്നുണ്ട്. അതായത് മീഡിയയിൽ എക്സ്പോസ് ചെയ്യുക. അപ്പം പിന്നെ സ്വയം ഞാനും ചോദിക്കേണ്ട, ഞാനിപ്പം മീഡിയയിൽ വരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 2017 ഞാൻ റിട്ടയർ ചെയ്ത ഒരു ഓഫീസറാണ്. ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് 2017 മുൻപാണ് എൻ്റെ അടുക്കൽ ഈ സഹാറ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കമൻ്റ് ചെയ്ത പല വിഷയത്തിനെക്കുറിച്ചോ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് മറുപടി പോലും എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ചിന്ത വന്നിരിക്കുന്നത് ഈ അനോണിമിറ്റി സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനോണിമിറ്റി എന്ന് പറയുന്നത് ബൈ വെർച്യൂ ഓഫ് ഒരു വലിയൊരു സാക്രോസാങ്ക്ട് പ്രിൻസിപ്പിൾ എന്നല്ല. പക്ഷെ അനോണിമിറ്റി ഇത് പഴയ മാനുവലിൽ ഇത് എഴുതി വെക്കുമ്പോൾ അനോണിമിറ്റി നമുക്കൊരു ഡിഫൻസാണ്. ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ട് അത് ബ്ലാക്ക് മണി ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ്, ഞാൻ കേട്ടൊരു ആർഗ്യുമെന്റ്. അത് എത്രമാത്രം ആസ് എ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആണ് ഈ ചോദ്യം, എത്രമാത്രം അത് ഇന്ത്യൻ ഇക്കോണമിയിൽ ബ്ലാക്ക് മണിയുടെ ഒരു വരവിനെ സ്റ്റോപ്പ് അല്ല. ഡിമോണിറ്റൈസേഷൻ ആക്ച്വലി നമ്മൾ ആ ഡിമോണിറ്റൈസ് ചെയ്ത് എൻറ്റയർ മണി സക്ക് ചെയ്ത് കൊണ്ടുവന്ന് അത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ബട്ട് ഒരു തിയറിറ്റിക്കൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഇപ്പം ബ്ലാക്ക് മണി, ഇപ്പം ഒരാളുടെ കയ്യിൽ ഒരു കള്ളനോട്ടുണ്ട് 1000 രൂപയുടെ 500 രൂപയുടെ. ആ കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച് ആ കള്ളനോട്ടാണെങ്കിൽ അയാളുടെ എതിരെ കേസ് എടുക്കുന്നത്. ഇതാണല്ലോ ഡിമോണിറ്റൈസേഷനും ബ്ലാക്ക് മണിയുമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടന്നതായിട്ട് കാണുന്നില്ലല്ലോ. ഡിമോണിറ്റൈസേഷൻ പ്രോസസ്സിൽ നിന്ന് എന്തുമാത്രം ഈ കള്ളനോട്ട് കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്ത് കേസുകളാക്കി, അതിനെക്കുറിച്ച് പബ്ലിക് ഡൊമൈനിൽ കണക്കുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൺസെപ്ച്വലി ഡിമോണിറ്റൈസേഷൻ ഉദ്ദേശം ആ രീതിയിൽ നടത്തിയാൽ ഓൾ ദി ബാഡ് മണി കമ്മിങ് ഇൻ we evaluate the integrity of that money and then we say നമുക്ക് ഇത് ബ്ലാക്ക് മണിയാണ്, വി therefore institute case under the ബ്ലാക്ക് മണി ലോണ്ടറിങ് ആ ആക്ട് പ്രകാരം പോകുന്നു. അങ്ങനൊരു പ്രക്രിയ വെൽ ഓയിൽഡ് ആയിട്ട് നടക്കുകയാണെങ്കിൽ, പക്ഷെ അങ്ങനെ നടന്നതായിട്ടൊരു തെളിവ് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സാറിൻ്റെ ഒരു ഓഫ് ബീറ്റ് ക്വസ്റ്റ്യൻ, you are into martial arts and taekwondo. What is the കൊണ്ടല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് കുറച്ച് കോളേജ് യൂണിയൻ ആക്ടിവിറ്റി ഉണ്ട്. അന്ന് തുടങ്ങിയ ഒരു പാഷനാണ് ഈ മാർഷൽ ആർട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടേക്വോണ്ടോയിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടി. ഇനിയിപ്പം ഇത് റിട്ടയർ ചെയ്തിട്ട് വേണം തേർഡ് ഹാൻഡ് അവർ തരുമെന്ന് നോക്കാനായിട്ട്. എനിക്ക് ഐ എൻജോയ് ദിസ് റണ്ണിങ്. വളരെയധികം ഞാനൊരു അത്ലീറ്റ് അല്ല,
പിന്നെ ഞാൻ ഐ സർട്ടൻലി ഐ ഡോണ്ട് ക്ലെയിം ടു ബി എൻ അത്ലീറ്റ്, ബട്ട് എനിക്ക് ഈ ലോങ് എൻഡ്യൂറൻസ് സ്പോർട്സിനോടൊരു ഭ്രമമായിരുന്നു പണ്ടേ. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരുപാട് അവേഴ്സ് ഇങ്ങനെ ഈ എൻഡ്യൂറൻസ് സ്പോർട്സിൽ പോകാൻ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു അത്ലറ്റിക് ഫിസിക്കിലേക്കൊന്നും ഞാൻ ബിൽഡ് ചെയ്തൊന്നും എടുത്തിട്ടില്ല എൻ്റെ സ്വയം. പക്ഷേ എനിക്ക് ഈ എൻഡ്യൂറൻസ് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കയറിയൊരു ഭ്രമമാണ് കുറച്ച് ബോക്സിങ് ആവുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടൈക്കോണ്ടോയിലാണ് കുറേ വർഷമായിട്ട്. ടൈക്കോണ്ടോ വളരെയധികം, ടൈക്കോണ്ടോ ഒരു നോളജ് ഇൻ ദ മൈൻഡ്, ഓണസ്റ്റി ഇൻ ദ ഹാർട്ട്, അങ്ങനത്തെ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ബേസിസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽറ്റി വരുമ്പോൾ എത്രത്തോളം എൻ്റെ റിലീജിയസ് സ്പിരിച്വൽ പ്രാക്ടീസസ് എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഏതാണ്ട് അതുപോലെ തന്നെ എന്നെ ടൈക്കോണ്ടോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു പ്രാക്ടീസ് സെഷനിൽ പോയി, ഞാൻ നോർമലി ഒരു മൂന്ന് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം മാറ്റാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കാര്യം, ഒരു ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട്, ആ ഒരു സ്റ്റാൻസിൽ നിൽക്കുക, അതൊരു ഭയങ്കര മെൻ്റൽ കണ്ടീഷനിങ് ആണ്. ഒന്ന് ബോഡിയുടെ ഫിസിക്കൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അൺഷുവർ ആകുന്നത് നമ്മുടെ ബോഡി ഈ ചുവടുകൾ തെറ്റുക എന്ന് നമ്മൾ പറയത്തില്ലേ, അത് മെറ്റഫോറിക്കലായിട്ട് നമ്മൾ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് ബ്രെയിനിൻ്റെ കണ്ടീഷനിങ്ങും ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്ക് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പം നമ്മുടെ ബോഡി, ഇപ്പം എൻ്റെ പ്രായം, ഞാനൊക്കെ നല്ല പ്രായമുള്ള സ്റ്റേജിലിരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ നടക്കുമ്പം എൻ്റെ ബാലൻസ് ഉണ്ടോ, ആ ബാലൻസ് ഇല്ലായ്മയും എൻ്റെ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എൻ്റെ കപ്പാസിറ്റിയും തമ്മിലൊരു വലിയ കോറിലേഷനുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത് ഹെൽത്തി മൈൻഡിനെ അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ബോഡി എന്നൊക്കെ പറയത്തില്ലേ, അതിന് വലിയൊരു കാരണമുണ്ട്. അതിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റുട്ടീനൊരു ചെറിയൊരു ബ്രീതിങ്ങിനാണ് ആ പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു എനിക്ക് ഗുണം ഒരുപാട് ചെയ്തിട്ടുണ്ട്. സമ്മതിക്കണം, ഒരുപാട് വയസ്സായി.